Okay, thank you, Dr. Dhanesh. Thank you all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുറന്നു വരുന്ന വെബ് പരമ്പരയുടെ 1349 ദിവസമാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയെ എത്തുന്നത് ഡോക്ടർ രാജേശ്വരി CL ആണ്. ഡോക്ടർ രാജേശ്വരി CL ആണ്. ഇന്ന് ഡോക്ടറുടെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഡോക്ടർ രാജേശ്വരിയെ നമുക്ക് ഇതിനകം തന്നെ ധാരാളം ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു. ഡോക്ടർ ഗവൺമെന്റ് സർവീസിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ഡോക്ടറാണ്. നമുക്ക് അനാട്ടമിയും ഹോമിയോപ്പതിയുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു പരമ്പര തന്നെ ക്ലാസ് എടുത്തു. അതിനുശേഷം ഇന്ന് ഡോക്ടർ ക്ലാസ് എടുക്കുന്ന വിഷയം അപ്പൻഡിസൈറ്റിസും ഹോമിയോപ്പതിയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഡോക്ടർ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഡോക്ടർ രാജേശ്വരിയെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാ ഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഒരു അനാട്ടമിയുടെ പരമ്പര കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ശകലം ഒരു ഡള്ളായി ഞാൻ എന്നുവെച്ചാല് അപ്പൊ എനിക്ക് തോന്നി വേറെ ഒരു രീതിയിൽ ഒരു ആസ്പെക്റ്റിൽ ക്ലാസ് എടുക്കാമെന്ന് ഓർത്ത്. അങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റ് ഞാൻ വിചാരിക്കുകയും ധനേഷ് ഡോക്ടറോട് പറയുകയും ചെയ്തത്. അനാട്ടമി മാത്രം പറഞ്ഞില്ല, എന്നാലും തെറാപ്യൂട്ടിക്സും പറയുന്നുണ്ടായിരുന്നു. സ്റ്റിൽ ഇങ്ങനെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഓരോരോ ഡിസീസ് കവർ ചെയ്ത് അപ്പൊ അതിന്റെ കൂടെ അനാട്ടമിയും പറഞ്ഞ് നമ്മളുടെ ഒരു എക്സ്പീരിയൻസും പറഞ്ഞു പോവാന്നുണ്ട്. അപ്പൊ ശരിക്കും മിക്ക കേസുകളും ചില കേസുകളൊക്കെ നമുക്ക് പേഷ്യൻസ് വന്നിട്ട് സുഖമായി കഴിഞ്ഞാൽ അവർ തിരികെ വന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞാലല്ലേ നമ്മൾ അറിയുകയുള്ളൂ. ചില പേഷ്യൻസ് ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വളരെ നിസ്സാരമായിട്ട് ചിലപ്പോൾ പറയും, അതന്നങ്ങ് മാറി ഡോക്ടറെ എന്ന് പറയും. അപ്പൊ നമുക്ക് ചിലപ്പോൾ അതിനൊരു എവിഡൻസോ ഒന്നും ചിലപ്പോൾ ഉണ്ടാവുകയില്ല. പക്ഷെ ഇപ്പോൾ അന്ന് നമ്മുടെ മധുസൂദനൻ ഡോക്ടർ പറഞ്ഞതുപോലെ ഇപ്പോഴെല്ലാം തന്നെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടും റെക്കോർഡ് ചെയ്യാനും ഒക്കെ നമ്മളെല്ലാവരും തന്നെ ചെയ്യുകയും വേണം, അത് ശ്രമിക്കുകയും വേണം, അങ്ങനെ തന്നെ ആവുകയും വേണം. അപ്പം കൂടുതലും ക്ലാസ്സുകൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ പറയുന്നതാണല്ലോ നമുക്ക് ഒരു കോൺഫിഡൻസ്, കേൾക്കുന്നവർക്കും അതൊരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്പം സ്വന്തം അനുഭവമാവുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സ്വന്തം അനുഭവമാവുമ്പോൾ അതൊന്നും കൂടി ഉറപ്പിച്ച് നമുക്ക് പറയുകയും ചെയ്യാമല്ലോ. അപ്പം ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് നമ്മള് ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുമ്പോൾ ധാരാളം കേസുകൾ വരും. നമ്മൾ ഉടനെ തന്നെ അത് എല്ലാം മാനേജ് ചെയ്ത് വിടും. ഒരു ദിവസം നല്ല മരടിൽ ഞാൻ ഇരിക്കുമ്പോൾ നല്ല തിരക്കുള്ള ദിവസം തന്നെയായിരുന്നു. മരടിൽ പൊതുവെ പേഷ്യൻസ് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇരുന്ന ഡോക്ടേഴ്സിന് തന്നെ നല്ല കേസുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ചെന്നതിന് ശേഷം ഒന്നുകൂടി വർദ്ധിച്ച് പിന്നെ അതിനുശേഷം ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പോകും. അപ്പൊ ഒരു കുട്ടി വന്നപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്കെപ്പോഴും പേഷ്യൻസിനെ പേഷ്യൻസിനെ കാണത്തക്ക രീതിയിലാണ് എൻ്റെ ഒരു സീറ്റ് അറേഞ്ച് ചെയ്യുന്നത്. എനിക്കതൊരു ഒബ്സർവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഞാനിങ്ങനെ നോക്കുമ്പോൾ തന്നെ എനിക്ക് കാണാം ഒരു മോള് വന്ന് വളരെ ടയേർഡായിട്ട് വന്ന് അങ്ങ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങ് കിടക്കുകയായിരുന്നു. ഞാൻ ഇറങ്ങിച്ചെന്നു മാനേജ് ചെയ്തു. അപ്പൊ അന്ന് എനിക്ക് തോന്നിയത് 3-4 വർഷമായി എങ്കിലും കോളോസിന്ത് ബ്രയോണി ഒക്കെ കൊടുത്ത് ഒരു 2-3 മണിക്കൂർ ആ മോളെ അവിടെ നമ്മൾ അഡ്മിറ്റ് ചെയ്തെന്നുള്ള രീതിയിൽ തന്നെ കിടത്തി മരുന്ന് കൊടുത്ത് മരുന്ന് കൊണ്ട് അത് മാറി. അപ്പം ഞാൻ അടുത്ത ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വിട്ട് എനിക്ക് അന്നേരം സംശയം ഉണ്ടായിരുന്നു ആ ഒരു പെയിനിന്റെ ഇന്റൻസിറ്റി ഒക്കെ ഉണ്ട്. കാരണം പീരീഡ്സ് ആകാത്തൊരു കുട്ടിയാണ്, ബിലോ 10 years, അങ്ങനെ ആ ഒരു ഏജും എല്ലാം കൂടെ കൊണ്ട് അപ്പൻഡിസൈറ്റിസിന്റെ തന്നെ ആണെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഷിബു സോറി. അപ്പം അത് മാനേജ് ചെയ്ത് വിട്ടു. അപ്പം ഞാൻ അടുത്ത ദിവസം ഇങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുക, ഈ മോള് വരുമായിരിക്കും. പക്ഷെ വന്നൊന്നുമില്ല. അയ്യോ, ഞാൻ അവിടെ മരടില് 5 വർഷത്തോളം ഇരുന്ന് 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് വരുന്നത് അത് മാറി എന്നുള്ളത്. അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പം
എന്ന് പറഞ്ഞതുപോലെ മിക്ക കേസുകളും നമുക്ക് തിരികെ പേഷ്യൻസ് വന്ന് നമ്മളോട് പറയുമ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോ ഞങ്ങളുടെ ഒരു സ്വന്തം അനുഭവം ആയതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസോടുകൂടി ഈ ടോപ്പിക്ക് തന്നെ പറയാമെന്ന് ഞാൻ ഓർത്തത്. ഞങ്ങളുടെ മോന്റെ കാര്യം ഞങ്ങൾ പറയാറുണ്ടല്ലോ. പൊതുവെ ഓണ സമയമാകുമ്പോൾ ദേവൻ ഡോക്ടർക്ക് ഓണത്തിന് സദ്യ ഒന്നും കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് എറണാകുളത്തൊന്ന് പോയി ഒന്ന് ഒരു അവിടുത്തെ ആ ഓണവിശേഷമൊക്കെ ഒന്ന് കാണുകയൊക്കെ ചെയ്യുന്ന വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അന്ന് ഞാൻ സർവീസിലൊക്കെ ആയിരിക്കുമ്പോൾ മിക്കവാറും ഓണ സമയത്ത് പ്രാക്ടീസ് ഒക്കെ കഴിയുമ്പോൾ ആ ഇടയ്ക്കുള്ള സമയത്ത് അച്ഛനും മോനും കൂടി, അവന് വെക്കേഷൻ ആയിരിക്കുമല്ലോ, അച്ഛനും മോനും കൂടിയാണ് മിക്കവാറും ഓണത്തിന് ഓണം വിശേഷമൊക്കെ കാണാൻ പോകുന്നത്, കാഴ്ചകൾ കാണാൻ. പിന്നെ അവധിയുള്ള ദിവസം പിന്നെ ഞാനും കൂടെ കൂടാറുണ്ട്. അങ്ങനെ 1-2 വർഷമായിട്ട് ഇങ്ങനെ പോയിട്ടൊക്കെ വരുമ്പോ ഈ കുഞ്ഞ് അച്ഛനും മോനും കൂടെ ഒക്കെ പോകുമ്പോൾ അവൻ വെള്ളം കുടിക്കുന്ന വളരെ കുറവായിരിക്കും. അപ്പൊ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോവും, ഇദ്ദേഹത്തിന്റെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയ്ക്ക് 12 മണിക്ക് ചോറും ഒക്കെ ഉണ്ടിട്ട് അച്ഛനും മോനും കൂടി അങ്ങ് എറണാകുളത്ത് പോവും. അന്ന് ഞാൻ എന്തോ കോട്ടയത്തോ മറ്റോ വർക്ക് ചെയ്യുമ്പോൾ. അപ്പൊ വന്ന് വൈകുന്നേരം തിരിച്ചു വരുമ്പോഴത്തേക്കും, വൈകുന്നേരം ദേവൻ ഡോക്ടർ പേഷ്യൻസിന്റെ സമയം ആകുമ്പോഴത്തേക്കും സാറ് തിരിച്ചു വരികയും ചെയ്യും. കുഞ്ഞ് നമ്മുടെ കൂടെ കാണുമല്ലോ വെക്കേഷൻ ആയതുകൊണ്ട്. അങ്ങനെ ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു അവന്. പെയിൻ അന്ന് ആദ്യം ഭയങ്കര പെയിൻ വന്ന് അങ്ങ് കിടക്കുവാണ്. അപ്പൊ 1-2 വർഷമായിട്ട് ഇതൊരു ലക്ഷണം കണ്ടപ്പോ ഞങ്ങൾ യൂറിനൊക്കെ ഒന്ന് നോക്കി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഇന്റൻസ് പെയിൻ കൊണ്ട് അക്കോണേറ്റ് ഒക്കെ കൊടുത്ത് അങ്ങ് മാറി. അപ്പൊ അതൊരു 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന അവസരങ്ങളിലാണ്. അപ്പൊ യൂറിന്റെ ക്വാണ്ടിറ്റി ഔട്ട്പുട്ടേ തീരെ കുറവായിരുന്നു. അപ്പൊ അക്കോണേറ്റ് കൊടുത്തു. അത്രയ്ക്ക് ഇന്റൻസ് പെയിനും അവന് അത്രയും അങ്ങോട്ട് ഭയങ്കര പെയിൻ ആയിരുന്നു. അക്കോണേറ്റ് വണ്ണം തന്നെ. അന്ന് ദേവൻ ഡോക്ടർ പ്രാക്ടീസിന്റെ വൈകുന്നേരം പോകുമ്പോൾ ഞാനായിരിക്കുമല്ലോ കുഞ്ഞിന്റെ കൂടെ. അക്കോണേറ്റ് വണ്ണം തന്നെ കൊടുത്ത് ആ പെയിനൊക്കെ മാറി. അങ്ങനെ ഇരിക്കെ അവന് 6ാം ക്ലാസ് ആയപ്പോൾ ഫൈനൽ എക്സാം ആണ് 6th സ്റ്റാൻഡേർഡിലെ. അപ്പൊ എന്തോ ഒരു ഹിസ്റ്ററിയുടെ എക്സാമിന്റെ തലേ ദിവസമാണ്. അന്നത്തെ സയൻസോ മറ്റോ ഞാൻ അത്ര ഓർക്കുന്നില്ല, 6ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നല്ലോ. അപ്പൊ അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്യാവശ്യമായിട്ട്, വളരെ അത്യാവശ്യമായിട്ട് ഒരു റിലേറ്റീവിന്റെ എന്തോ ഒരു എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു ഇതിന് പോകേണ്ടി വന്നതുകൊണ്ട്, കുഞ്ഞിന്റെ എക്സാം ആയതുകൊണ്ട് കുഞ്ഞിനെ മാത്രം അങ്ങനെ ഇരുത്തി പോകാറുണ്ട് ഞങ്ങൾ. വൈകുന്നേരം തിരികെ വരികയും ചെയ്തു. അപ്പം അത്യാവശ്യം നല്ലതുപോലെ തന്നെ പഠിക്കുന്ന കുഞ്ഞാണ്. അപ്പൊ ഞാനും കൂടിയാണ്, അമ്മയും മോനും കൂടിയാണ് പഠിത്തം. അപ്പൊ ഹിസ്റ്ററി എല്ലാം തന്നെ, ഹിസ്റ്ററി അവന് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റും കൂടെ ആയിരുന്നു. അപ്പൊ ഇത്ര പോർഷൻസ് ഒക്കെ പഠിക്കണം കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് എല്ലാം കവർ ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കും. അപ്പം വന്നു കഴിഞ്ഞപ്പോ പിന്നെ വന്നു കഴിഞ്ഞപ്പം അവനങ്ങ് കിടക്കുക. അപ്പം തന്നെ ഞാൻ ഇത്തിരി കഞ്ഞിയൊക്കെ കൊടുത്ത് എല്ലാം കിടത്തി കഴിഞ്ഞപ്പം ഭയങ്കര പെയിൻ. അപ്പൊ ഞങ്ങളുടെ നാട്ടിൻ പ്രദേശത്ത്, അന്ന് ഈ ടൗണിലല്ല നമ്മള്, അന്ന് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു നമ്മുടെ കാര്യം മുതിർന്ന ഒരു ആളാണ്. അദ്ദേഹം വന്ന് പറഞ്ഞു, ഇങ്ങനെ മോൻ നല്ല സൈക്കിളുണ്ട് അന്നേ, അപ്പൊ അവിടെ കുറച്ച് കൂന കൂട്ടിയതുപോലെ ചെമ്മണ്ണിട്ടിരുന്നു. അപ്പൊ നല്ല സ്ട്രെയിൻ ആയിരുന്നു, ഭയങ്കരമായിട്ട് ഭയങ്കര സ്പീഡില് വന്ന് ഈ സൈക്കിൾ ചവിട്ടി അത് കവർ ചെയ്ത് പോയി എന്നൊക്കെ പറഞ്ഞു. അടുത്ത ദിവസം പെയിൻ തുടങ്ങി. അപ്പൊ അന്ന് ഞങ്ങള് സ്വാഭാവികമായിട്ടും നമ്മൾ അക്കോണേറ്റ്, ബെൽഡോണ ഒക്കെ കൊടുത്ത് കുഞ്ഞിനെ, അന്ന് ഞാൻ ലീവ് എടുത്തു. കുഞ്ഞിനെ, അത് സാറിന് പ്രാക്ടീസ് ഉണ്ടല്ലോ, ലീവ് എടുത്ത് കുഞ്ഞിനെ കൊണ്ടുപോയി എക്സാം ഒക്കെ എഴുതിപ്പിച്ച് കൊണ്ടുവന്നു. ഹിസ്റ്ററി ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരുവിധം അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അന്ന് കഴിഞ്ഞു, എക്സാം എഴുതി കഴിഞ്ഞ് പെട്ടെന്ന് എഴുതിയിട്ട് വന്നു കുഞ്ഞ്. എന്ന് വെച്ചാൽ എല്ലാം തന്നെ ഞാൻ നോക്കിയപ്പോ 96 മാർക്കും കിട്ടും അവന് ഔട്ട് ഓഫ് 100. എന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഉറപ്പുണ്ട് അന്നത്തെ അവന്റെ ആ ഒരു ആൻസറിംഗ് രീതി. 96 98 കിട്ടി അവസാന ഫൈനൽ ഇയർ അല്ല മാർക്ക് വന്നപ്പോ. ഒരു ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം, അതായത് അന്നൊരു ഫ്രൈഡേ ആയിരുന്നു, സാറ്റർഡേ സൺഡേ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇംഗ്ലീഷാണ് ലാസ്റ്റ് എക്സാം. അപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, പിന്നെ തീരെ അവശതയായി പോയി. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ബ്ലഡ് ഒക്കെ നോക്കിയപ്പോൾ ല്യൂക്കോസൈറ്റോസിസ് ഉണ്ട്. പിന്നെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അപ്പോഴും സസ്പെക്റ്റഡ് കേസ് എന്നാണ് അപ്പൻഡിസൈറ്റിസ് പറഞ്ഞത്. അപ്പം മെഡിസിൻ ഒക്കെ നോക്കി അക്കോണേറ്റ് കൊടുത്തു, ബെൽഡോണ എല്ലാം ഒരു 30 സ്റ്റാർട്ട് ചെയ്ത് വണ്ണമൊക്കെ കൊടുത്തെങ്കിലും ആളിന് പെയിൻ കുറയുന്നില്ല. പിന്നെ അവസാനം ആ ഒരു ചെറിയൊരു സ്വെല്ലിങ് പോലെ തന്നെ, നമുക്കറിയാലോ ആ മാക്ബണീസ് പോയിന്റിലെ സ്വെല്ലിങ് പോലെ തന്നെ വന്നു. അങ്ങനെ എന്തായാലും പല മരുന്നുകളും കൊടുക്കേണ്ടി വന്നു. കാര്യം നമ്മളുടെ മോനാണ്, നമ്മുടെ കൂടെ തന്നെ ഉണ്ടെങ്കിലും ആ സെലക്ഷൻ ഓഫ് മെഡിസിനിൽ ഞങ്ങൾ എത്താൻ കുറച്ചൊന്ന് വൈകി. കാരണം അത് നമ്മുടെ പോരായ്മയാണോ എന്തുവാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അസസ് ചെയ്ത് ആണ് മരുന്നെടുത്തത്. ആ മെഡിസിനിലോട്ട് പുറകെ വരാം. ഞാൻ പറഞ്ഞു വന്നത് അതിന്റെ ഒരു നമുക്കത് മാറി, അവസാനം അത് കുഞ്ഞിന് മാറി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അവനൊരു പെയിൻ വന്നപ്പോൾ നമ്മൾ വീണ്ടും ഒരു USG അബ്ഡമൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പൻഡിസൈറ്റിസിൻ്റെതായിട്ട് യാതൊരു സിംറ്റവും ഇല്ല. അപ്പൊ അതുകൊണ്ട് അന്നത്തെ ആ ഒരു ഇൻസിഡന്റിന് ശേഷം
ഈ ഒരു വയറുവേദനയായിട്ട് വന്നു കഴിഞ്ഞാല് വളരെ കോൺഫിഡൻസോടുകൂടി, ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു കേസ് വന്നു, അതും ഞാൻ പറയാം. ഈ വളരെ കോൺഫിഡൻസോടുകൂടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെയുള്ള കേസുകൾ അറ്റൻഡ് ചെയ്യാനും നമ്മളുടെ കൂടെ നിൽക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ക്യൂർ ചെയ്യാനും നമുക്ക് സാധിക്കും. ഇനി നമുക്ക് തിരികെ അപ്പൻഡിസൈറ്റിസിലോട്ട് വരാം. അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു വെർമിഫോം അപ്പൻഡിക്സ് എന്നാണ് പറയുന്നത്. അതിന്റെ ആ ഒരു പേര് പോലെ തന്നെ. എന്തുകൊണ്ടാണ് അത് ജസ്റ്റ് ലൈക്ക് എ വേർ, അതാണ്. അപ്പൊ അത് കാണുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ആ സീക്കത്തിന്റെ പോസ്ട്രോമീഡിയൽ സർഫസിൽ നിന്ന് വരും. ഇതിനൊരു ഒരു നീളമുണ്ട്. ലെങ്ത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളിലാണ് കൂടുതൽ ദാൻ ഇൻ അഡൽട്സ്. ഒരു വേരി ഫ്രം ഒരു 5 to 20 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ടെങ്കിൽ ഒരു ആവറേജ് 9 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ആദ്യമൊക്കെ എനിക്ക് ഒരു സംശയം ഉണ്ടായി, പിന്നെ അത് ഡീപ്പായിട്ട് പഠിച്ചു പോയപ്പോഴാണ് ഇതിനൊരു ഒരു ഓറിഫേസും ഉണ്ട്, ഒരു ലൂമിനും ഉണ്ട്. പണ്ടത്തെ ആൾക്കാർ പറയുമല്ലോ, ഇപ്പം പണ്ട് ചില കുട്ടികൾക്ക് ദുശീലങ്ങളുണ്ട്, മുടി പിടിക്കുക, അല്ലെങ്കിൽ അതിനൊക്കെ നമുക്ക് മെഡിസിൻ ഉണ്ട്, നഖം കടിക്കുക. അപ്പൊ അങ്ങനെ പറയും, നഖം കടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നേരെ തന്നെ ഇത് അപ്പൻഡിക്സിൽ പോയിട്ട് അങ്ങനെയാണ് അപ്പൻഡിസൈറ്റിസ് വരുന്നതെന്നുള്ളത് പറയും. അത് യഥാർത്ഥത്തില് ശരിയാണ് താനും. കാരണം ഒരു ഓറിഫേസും ഉണ്ട്, വളരെ നാരോ ആയിട്ടുള്ള ഒരു ലൂമനും ഉണ്ട്, ഒരു 9 മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ലൂമൻ ഉണ്ട്. പക്ഷേ ഈ ലൂമൻ നമ്മുടെ ഒരു മിഡ് അഡൽട്ട് ലൈഫ് കഴിയുമ്പോൾ അത് ഒബ്ലിട്രേറ്റ് ചെയ്തു പോകും. ഒരു പക്ഷേ ഈ യങ്ങർ ഏജ് ഗ്രൂപ്പിൽ, ആ ഒരു ഏജ് ഗ്രൂപ്പിൽ മാത്രം അപ്പൻഡിസൈറ്റിസ് കാണുന്നതിന്റെ ഒരു കാരണം അതായിരിക്കും. ബിക്കോസ് ഈ ലൂമൻ ഒബ്ലിട്രേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടായിരിക്കണം. നമുക്ക് അതിനുശേഷം ഒരു വിധം നമ്മളൊന്ന് ക്ലോസ് ആയിട്ട് മീൻസ് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. കുട്ടികൾക്കല്ലേ കൂടുതൽ അപ്പൻഡിസൈറ്റിസ് വരുന്നത്. അതിന് കുറച്ച് അധികം വേറെ കാരണങ്ങളുണ്ട്. സോ ഈ ലൂമൻ ഇങ്ങനെയുള്ള ചെറിയ ലൂമൻ ആയതുകൊണ്ടും കൂടെയാണ് ചെറിയ ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിട്ടാണ് അപ്പൻഡിസൈറ്റിസ് ഉണ്ടാകുന്നത്, ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ അത് ആ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ അത് കറക്റ്റ് തന്നെയാണ്. പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ പിൻവേംസിന്റെ വന്നിട്ട് അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഇൻഫ്ലമേഷൻ ഉണ്ടാകാം. പിന്നെ ഫീക്കോലിത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു കളക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു കളക്ട് ചെയ്ത് ഫീസസ് കളക്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഹാർഡൻഡ് ആയിട്ടുള്ള ഒരു ഫീസസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു പോർഷൻ വന്ന് ഈ ലൂമനിൽ വന്നാലും നമുക്ക് ഇൻഫ്ലമേഷൻ ഓഫ് അപ്പൻഡിക്സ് വന്നിട്ട് അപ്പൻഡിസൈറ്റിസ് വരാം. ഞങ്ങൾക്ക് ഒരു കേസ്, ഞാൻ അത് ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഒരു കുട്ടിയുടെ കാര്യം. അതിന് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ക്യാൻസറിന്റെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു USG ഒക്കെ കണ്ടു, പെറ്റ് സ്കാനിങ് കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടതാണ്. അപ്പൊ അത് ഫീക്കോലിത്താണ്. അതായത് ആ ട്രാൻസ്വേഴ്സ് കോളനിലാണ് ആ കുട്ടിക്ക് ഇത് മോഷൻ ഡെപ്പോസിറ്റഡ് ആയിട്ട് കിടക്കുന്നത്. അങ്ങനെ പെയിൻ, ആ ഒരു എപ്പിഗാസ്ട്രിക് റീജിയനിൽ പെയിൻ വരികയും അങ്ങനെ ആണ് നമ്മൾ അതിന് മരുന്ന് കൊടുത്ത്, ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന്, അലൂമിന ആണ് കൊടുത്തത്. അതിന് 3-4 പ്രാവശ്യം വന്ന ആ കുട്ടി ഇപ്പൊ വരുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇനി ഏതെങ്കിലും ഒരു സന്ദർഭങ്ങളിൽ പെയിൻ വരുമ്പോഴായിരിക്കും നമ്മളെ തേടി വീണ്ടും വരുന്നത്. പക്ഷെ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് നമ്മൾ അലൂമിന കൊടുത്തതിന് ശേഷം, അലൂമിന കൊടുക്കാനുള്ള ഒരു കാരണം ആ ഒരു സോഫ്റ്റ് സ്റ്റൂളാണ്, സ്റ്റിൽ ഡിഫിക്കൽട്ട് ടു പാസ് മോഷൻ എന്നുള്ള രീതിയിലാണ് അത് കൊടുത്തത്. അപ്പൊ അലൂമിന കൊടുത്തതിന് ശേഷം ആ കുട്ടിക്ക് പെയിനോ അല്ലെങ്കിൽ അതിന് മുമ്പ് ഭയങ്കര സിവിയർ ആയിട്ടുള്ള പെയിനും വൊമിറ്റിങ്ങും വന്നു. അത് വരുമായിരുന്നു. അതിനുശേഷം അലൂമിന കൊടുത്തതിന് ശേഷം അത് ഒരു റിക്കവർ ചെയ്തില്ല. 3-4 പ്രാവശ്യം കൂടി, അതെ, ഒരു 1 മന്ത്, 1 or 1.5 മന്ത് കൂടി ആ കുട്ടി വന്നു. പിന്നെ ഇപ്പൊ വരുന്നില്ല. ഇനിയിപ്പോ എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോഴായിരിക്കും വരുന്നത്. അതിന്റെ കൂടെ നമ്മള് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കാർസിനോസിൻ വണ്ണമും ഒരു 3 months നമ്മളുടെ കൂടെ ആ കുട്ടി ഉണ്ടായിരുന്നുള്ളൂ, കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്റർകറന്റ് ആയിട്ട്. ലൈക്ക് അപ്പൊ ഒരു ഫീക്കോലിത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും അപ്പൻഡിസൈറ്റിസ് വരാം. അതുപോലെ തന്നെ അപ്പൻഡിസൈറ്റിസിന്റെ ആർട്ടീരിയൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ അപ്പൻഡിക്കുലാർ ആർട്ടറിയാണ്, അതൊരു എൻഡ് ആർട്ടറിയാണ്. അപ്പൊ അതുകൊണ്ടും ഒരു ഇൻഫെക്ഷൻ വരാനുള്ള അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫീക്കോലത്തിന്റെ കാര്യം പറഞ്ഞു, അപ്പൻഡിക്കുലാർ ആർട്ടറി എൻഡ് ആർട്ടറിയാണ്. പിന്നെ ഈ അപ്പൻഡിസൈറ്റിസിനെ നമ്മൾ അബ്ഡോമിനൽ ടോൺസിൽ എന്ന് പറയും. നമുക്കിപ്പോ അറിയാവുന്ന പോലെ പെട്ടെന്ന് ഒരു ചേഞ്ച്, അതായത് നമ്മളിപ്പം പെട്ടെന്ന് ഐസ്ക്രീം കഴിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എക്സ്പോസ് ടു റെയിൻ, അങ്ങനെയുള്ള കേസിലൊക്കെ പെട്ടെന്ന് എന്താ വരുന്നത്, നമ്മളുടെ ബോഡി ഗാർഡ്സ്, അതായത് നമ്മുടെ ടോൺസിൽസ് ആണ് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ ആകുന്നത്. ലൈക്ക് വയറിനകത്തും എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു അപ്പൻഡിസൈറ്റിസിന്റെ വരും, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ, ഒരു പെയിൻ അവിടെ വരും, നമ്മൾക്കൊരു സൂചന തരും.
അതുകൊണ്ട് അതിനെ അബ്ഡോമിനൽ ടോൺസിൽ എന്ന് പറയും. അബ്ഡോമിനൽ ടോൺസിൽ എന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം ലിംഫോയിഡ് ഫോളിക്കിൾസ് ധാരാളം ഈ അപ്പൻഡിക്സിനകത്തുണ്ട്. ഈ ലിംഫോയിഡ് ഫോളിക്കിൾസ് ധാരാളം ഉള്ളത് കൊണ്ടും ഇത് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ ആകും. അതുപോലെ തന്നെ ഇതിന്റെ കവറിങ്ങിന് എക്സ്റ്റേണൽ ആയിട്ട് ഒരു മ്യൂക്കസൽ എക്സ്റ്റേണ എന്ന് പറയും. അപ്പൊ ആ ഒരു കോട്ടിങ് ഉള്ളത് കൊണ്ട് അവിടെ ധാരാളം സ്പേസ് ഉള്ളത് കൊണ്ടും ഫാസ്റ്റ് സ്പ്രെഡിങ് ആണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പേഷ്യൻസിനോട് ഇത്രയും കാര്യങ്ങൾ കൊണ്ടതാണ് നമുക്ക് അപ്പൻഡിസൈറ്റിസ് വരുന്നതെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. അതുപോലെ പിന്നെ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ ആദ്യം നമുക്ക് അപ്പൻഡിസൈറ്റിസിന്റെ പെയിൻ വരുന്നത് അംബിലിക്കൽ റീജിയനിലായിരിക്കും. അതിന്റെ കാരണം അംബിലിക്കസിന്റെയും നമ്മുടെ അപ്പൻഡിസൈറ്റിസിന്റെയും നെർവ് സപ്ലൈ വരുന്നത് ഒരു T10 സിമ്പതറ്റിക് ഫൈബേഴ്സിൽ നിന്നാണ്. സ്പൈനൽ കോഡിനുള്ള T10 എന്നുള്ള ആ സെഗ്മെന്റിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ റെഫേർഡ് പെയിൻ നമ്മുടെ അപ്പൻഡിക്സിൽ നിന്നും നേരെ അംബിലിക്കസിൽ പോകുന്നത്. അംബിലിക്കസിൽ വരുമ്പോൾ ചില കുട്ടികൾ വരുമ്പോൾ നമ്മൾ അത് DD എടുക്കണം. അതായത് ഐദർ ഡ്യൂ ടു പല കാര്യങ്ങൾ കൊണ്ട് വരും. ഏതൊക്കെ കാര്യം ബേംസിന്റെ ഇൻഫെസ്റ്റേഷൻ ഉണ്ടെങ്കിലും അംബിലിക്കൽ പെയിൻ വരാം. അതല്ലെന്നുണ്ടെങ്കിൽ യൂറിനറി കോളിക് അല്ല പല കാര്യങ്ങളായിരിക്കും. ഇപ്പൊ ഒരു ഇന്റർസെപ്ഷൻ വന്നാൽ വരാം. അപ്പൊ അതല്ലാതെ ആദ്യം റെഫേർഡ് പെയിൻ ഒരു അപ്പൻഡിസൈറ്റിസിന് വരുന്നത് അംബിലിക്കൽ റീജിയനിലായിരിക്കും. പിന്നെയാണ് അതൊരു ടെൻഡർനെസ് നമ്മുടെ മാക്മണീസ് പോയിന്റിൽ വരുന്നത്. മാക്മണീസ് പോയിന്റ് നമുക്കറിയാം, അതാണ് മാക്സിമം ടെൻഡർനെസ് വരുന്ന ഏരിയ ആണ്. അതെങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാല് അംബിലിക്കസ് എന്ന് ഒരു ലൈൻ റൈറ്റ് ആന്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈനിലോട്ട് വരും. നമ്മൾ ലൈൻ ഡ്രോ ചെയ്താൽ അതിന്റെ മീഡിയറ്റ് 2/3 ലാറ്ററൽ 1/3 പോയിന്റ് ആണ് മാക്മണീസ് പോയിന്റ്. അവിടെ ആയിരിക്കും മാക്സിമം ടെൻഡർനെസ് അനുഭവപ്പെടുന്നത്. അപ്പം തന്നെയല്ല നമുക്കറിയാൻ പറ്റും ഈ ബേസ് അപ്പൻഡിക്സിന്റെ ബേസ് നമ്മുടെ സീക്കത്തിന്റെ പോസ്റ്ററോ മീഡിയൽ സർഫസിൽ അറ്റാച്ച്ഡ് ആണെങ്കിലും അതിന്റെ ടിപ്പ് ഇങ്ങനെ എയറിൽ നിൽക്കുന്ന പോലെ നിൽക്കും. അത് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു പെരിട്ടോണിയത്തിന്റെ ഒരു കവറിംഗ് ഉണ്ട്. അതിനാണ് മീസോ അപ്പൻഡിക്സ് എന്ന് പറയും. ഇതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വലിയൊരു ക്യാവിറ്റിയാണ് അബ്ഡോമിനൽ ക്യാവിറ്റി. അപ്പൊ ആ അബ്ഡോമിനകത്തുള്ള ഓർഗൻസ് ഓരോരോ പൊസിഷനിലാണ്, ഓരോരോ ഭാഗത്താണ് അനാട്ടമിക്കൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊന്ന് നമ്മൾ എവിടൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളുടെ അബ്ഡോമൻ 9 റീജിയൻസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. മീൻസ് മാറ്റിയിട്ടല്ല, അതങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ അംബിലിക്കൽ റീജിയൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ മുകളിലുള്ള ആ ഒരു സെന്ററിലുള്ള ഭാഗമാണ് എപ്പിഗാസ്ട്രിയം. അംബിലിക്കസിന്റെ താഴെയുള്ള ഭാഗമാണ് ഹൈപ്പോഗാസ്ട്രിയം. അപ്പൊ ആ എപ്പിഗാസ്ട്രിയത്തിന്റെ റൈറ്റ് സൈഡ് 2 സൈഡിലുണ്ട് റൈറ്റ് ഹൈപ്പോകോൺട്രിയ, ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയ. അംബിലിക്കസിന്റെ റൈറ്റ് പിന്നെ നമ്മുടെ ലംബാർ, ലെഫ്റ്റ് ലംബാർ. പിന്നെ ഹൈപ്പോഗാസ്ട്രിയത്തിന്റെ ആണ് റൈറ്റ് ഇലിയാക്കും ലെഫ്റ്റ് ഇലിയാക്കും. അപ്പൊ ഓരോരോ പോർഷനിലും ഓരോരോ ഇപ്പൊ ലംബാർ റീജിയനിൽ ഏതൊക്കെ ഓർഗൻസ് ഇപ്പം അങ്ങനെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എപ്പിഗാസ്ട്രിക് റീജിയനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മിക്കവാറും അതൊരു ഗ്യാസ്ട്രിക് അൾസറോ അല്ലെങ്കിൽ അതിന്റെ ഒരു അതൊക്കെ പിന്നെ ഒരു ക്ലാസ്സിൽ നമുക്കത് മെൻഷൻ ചെയ്യാം. അപ്പൊ ഈ റൈറ്റ് ഇലിയാക് റീജിയനിലാണ് അപ്പൻഡിക്സ് ഉള്ളത്. അത് കൂടാതെ അവിടെ സീക്കമുണ്ട്. അപ്പൊ ഒരു ടിഫിലൈറ്റിസ് വന്നാൽ ഈ ഒരു സെയിം കംപ്ലൈൻസ് വരാം. നമുക്കിപ്പം ഇൻവെസ്റ്റിഗേഷൻസ് എടുക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു USGയോ ഒരു പെറ്റ് സ്കാനോ അല്ലെങ്കിൽ ഈവൻ ഒരു MRI എടുത്താൽ നമുക്ക് ഇതൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കൂടാതെ തന്നെ ആ ഒരു റൈറ്റ് ഇലിയാക് റീജിയനിലൂടെയാണ് നമ്മുടെ യൂറിറ്ററും പോകുന്നത്. അപ്പൊ അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. ഒരു സ്റ്റോണിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ആണോ? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു മാക്മണീസ് പോയിന്റിൽ അല്ലെങ്കിൽ ഒരു ടെൻഡർനെസ് വന്ന ഒരു ഒരു പേഷ്യന്റ് വന്നാൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത് ബ്ലഡ് റുട്ടീൻ നോക്കുന്നതിനോടൊപ്പം തന്നെ യൂറിൻ റൂട്ടീൻ നോക്കണം. ഇനി ഒരു ഇൻഫെക്ഷന്റെ ആണോ എന്ന് അറിയുക. പ്ലസ് അതിന്റെ കൂടെ തന്നെ നമ്മളൊരു CTയും കൂടെ എടുക്കുമ്പോൾ നമുക്കത് കൺഫേം ചെയ്യാം. പെയിൻ വരുന്നത് യൂഷ്വലി ഈ ഒരു റൈറ്റ് മാക്ബണീസ് പോയിന്റിന്റെ അവിടെയാണെന്ന് പറയാനുള്ള കാരണം ഈ അപ്പൻഡിക്സ് ഞാൻ പറഞ്ഞു ബേസ് ഫിക്സ്ഡ് ആണ്. പക്ഷേ ഇതിന്റെ ടിപ്പ് ഒരു 6 പൊസിഷനിലാണ് ഇരിക്കുന്നത്. അത് അങ്ങോട്ട് അതിന്റെ നമുക്കറിയാലോ, അത് നമ്മളെല്ലാം പഠിക്കുമ്പോൾ അറിയാവുന്ന. അപ്പൊ അത് മെയിൻലി അതൊരു റിട്രോസീക്കൽ അതായത് സീക്കത്തിന്റെ പുറകിലോട്ടായിരിക്കും മെയിൻലി ഉള്ള പൊസിഷൻ.
അപ്പൊ അതൊരു 12 o'clock പൊസിഷനാ. അതല്ലാതെ 11 o'clock പൊസിഷനിലുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ 12 o'clock ഉണ്ട്, പിന്നെ 2 o'clock ഉണ്ട്, 3 o'clock ഉണ്ട്, പിന്നെ 4 o'clock 6 o'clock, അങ്ങനെ 6 പൊസിഷനിലാണ് ഇതിന്റെ ടിപ്പ് പോകുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഇത് കൂടാതെ തന്നെ വേറൊരു കാര്യം കൂടി, അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് ഈ ഓർഗൻസ് വെറുതെ അങ്ങ് ഇരിക്കുകയല്ലല്ലോ, ഇതിനെ എല്ലാം കൂടി ഒരു ക്യാവിറ്റിക്ക്, അതായത് പെരിട്ടോണിയൽ ക്യാവിറ്റി, ആ പെരിട്ടോണിയൽ ക്യാവിറ്റിക്ക് അകത്താണ് നമ്മുടെ അബ്ഡോമിനൽ ഓർഗൻസ് എല്ലാം ഇരിക്കുന്നത്. ഈ പെരിട്ടോണിയൽ ക്യാവിറ്റിക്ക് തന്നെ 2 കവറിംഗ് ഉണ്ട്. അതായത് പെരിട്ടോണിയൽ ക്യാവിറ്റി ഉണ്ട്, വിസറൽ ക്യാവിറ്റി ഉണ്ട്. അപ്പൊ ഈ പെരിട്ടോണിയൽ ക്യാവിറ്റിയുടെ ഒരു പോർഷനാണ് അതിന്റെ, അതായത് ഈ അബ്ഡോമിനൽ ഓർഗൻസിനെ എല്ലാം തന്നെ കവർ ചെയ്യാൻ വേണ്ടി, അല്ലെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ് പെരിട്ടോണിയത്തിന്റെ ഒരു ഫംഗ്ഷൻ. അപ്പൊ അത് നമ്മുടെ സ്റ്റൊമക്കിനെ അറിയാം, ലെസർ കർവേച്ചറും ഉണ്ട്, ഗ്രേറ്റർ കർവേച്ചറും ഉണ്ട്. ആ ഗ്രേറ്റർ കർവേച്ചറിന്റെ താഴെ നിന്നാണ് ഒരു സാക്ക് പോലെ വലിയൊരു ഫോൾഡ് പോലെ ഒരു പെരിട്ടോണിയൽ ക്യാവിറ്റി ഉണ്ടാകും. അതാണ് ഗ്രേറ്റർ ഒമെന്റം എന്ന് പറയുന്നത്. ആ ഗ്രേറ്റർ ഒമെന്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസ്മാൻ ഓഫ് അബ്ഡമൻ എന്ന് പറയും. അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാനുള്ള കാരണം, അപ്പൻഡിസൈറ്റിസ് വരുമ്പം അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ നമുക്കറിയാം. പല കേസുകളും അപ്പൻഡിസൈറ്റിസ് വന്ന ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ കുഞ്ഞിന്റെ കേസ് ഇരിക്കുമ്പോ തന്നെ സാറിന്റെ ദേവൻ ഡോക്ടർ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ തന്നെ മോന്റെ പെട്ടെന്ന് തന്നെ അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പേ തന്നെ സർജറി ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പം ആ ഒരു കോംപ്ലിക്കേഷൻ നമുക്കറിയാം. എന്ന് വെച്ചാൽ ഒരു പെർഫറേഷൻ, അതായത് അത് സെപ്പറേറ്റീവ് സ്റ്റേജ് ഒക്കെ ആയി കഴിഞ്ഞാൽ അതൊരു പെർഫറേഷൻ ആയി വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിലല്ല പക്ഷേ ചിലപ്പോൾ ഒരു ഷോക്ക് പോലെ, അതായത് ഒരു പെരിട്ടണൈറ്റിസ് വന്ന് ഷോക്ക് പോലെ വരാവുന്ന ഒരു കോംപ്ലിക്കേഷൻ നല്ലതുപോലെ ഇതിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇത് മനസ്സിലാക്കി തന്നെയാണ്, എന്നാൽ നമ്മൾ പരീക്ഷണമല്ലതാനും നമുക്ക് നമ്മളുടെ മെഡിസിൻ തന്നെ ആ മോന് നമ്മുടെ മരുന്ന് കൊണ്ട് തന്നെ മാറണം എന്നുള്ള ഒരു ആഗ്രഹവും നമ്മളുടെ മെഡിസിന്റെ ആ ഒരു മെഡിസിനിൽ നമ്മുടെ ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മളത് ആ മെഡിസിൻ തന്നെ, നമ്മുടെ മെഡിസിൻ തന്നെ കൊടുത്ത് ക്യൂർ ആയത്. അത് മെഡിസിനിലോട്ട് ഞാൻ വരാം. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ എടുക്കാനുള്ള ഒരു ധൈര്യം. അത് അങ്ങനെ ഒരു പെരിട്ടോണൈറ്റിസ് വന്നു കഴിഞ്ഞാലും ഉള്ള അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പെർഫറേഷൻ ഉണ്ടാകാം, ഗാഗ്രീനസ് കണ്ടീഷൻ ഉണ്ടാകാം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റീവ് കണ്ടീഷൻ ഉണ്ടാകാം. അപ്പൊ ഈ ഒരു സബക്യൂട്ട്, അപ്പൊ ചില കേസുകൾ, അപ്പം ഞാൻ പറഞ്ഞത് ഈ എല്ലാ അപ്പൻഡിസൈറ്റിസും ഇപ്പൊ പെർഫറേഷൻ വന്ന ഒരു എന്താ പറയാ ഒരു ഷോക്കിലോട്ടോ അല്ലെങ്കിൽ ഒരു പെരിട്ടണൈറ്റിസിലോട്ടോ അല്ലെ ഒന്ന് പോകണം എന്നില്ല. ഈ ഗ്രേറ്റർ ഒമെന്റം, അതാണ് ഞാൻ ഗ്രേറ്റർ ഒമെന്റം ഇവിടെ മെൻഷൻ ചെയ്യാൻ കാരണം. ഈ ഗ്രേറ്റർ ഒമെന്റം അതിങ്ങ് വന്ന് നമ്മൾ അഥവാ ഇൻ കേസ് ഈ ഒരു അപ്പൻഡിക്സ് പെർഫറേഷനോ അങ്ങനെ എന്തെങ്കിലും ആകുകയാണെങ്കിൽ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കും. അപ്പൊ ചില കേസിൽ എന്ത് പറ്റും, പെയിൻ ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ സബക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് എന്ന് കാണാം. അപ്പൊ എനിക്ക് ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഒരു കേസ് ഇതുപോലെ വന്നു. ഭയങ്കര പെയിൻ ആണ് ആ കുട്ടിക്ക്, മെൻസസ് പീരീഡിലാണ്. അപ്പൊ ആദ്യം നമ്മൾ ഓർത്തു പീരീഡ്സും കൂടിയാണ്, മെൻസസ് ആണെന്ന് ഓർത്തു. അതിനുള്ള മെഡിസിൻ കൊടുത്തു, മാറിയില്ല. ഉടനെ തന്നെ ഞാൻ എന്തായാലും ഒന്ന് ബ്ലഡ് റൂട്ടീനും യൂറിൻ റൂട്ടീനും USGയും ചെയ്തപ്പോഴാണ് സബക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ഉണ്ടെന്നുള്ളത്. അപ്പം ഞങ്ങളുടെ കുഞ്ഞിന്റെ ശങ്കരന് മെഡിസിൻ കൊടുത്ത് മാറിക്കഴിഞ്ഞതിന് ശേഷം, അതായത് അക്യൂട്ട് കണ്ടീഷൻ മാറിയതിന് ശേഷം ഐറിസ് ടെനസ് 30 ഞാനൊരു 2 വർഷത്തോളമെങ്കിലും കുഞ്ഞിന് കൊടുത്തു. കാരണം എന്തെങ്കിലും ഒരു ഭാവിയിൽ ഇനി കുഞ്ഞിന് ഒരു പ്രശ്നവും ഉണ്ടാകരുതല്ലോ എന്നുള്ളത് കൊണ്ട് എനിക്ക് ഓൺ ആൻഡ് ഓഫ് അങ്ങനെയല്ല, ഏകദേശം ഡെയിലി എന്നുള്ള രീതിയിലാണ് ഐറിസ് ടെനക്സ് 30 ഞാൻ അവന് കൊടുക്കുമായിരുന്നു. അപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ വേറൊരു കാര്യത്തിന് USG നോക്കിയപ്പോൾ കുഞ്ഞിന് ആ ഒരു പ്രശ്നം ഇല്ലതാനും. ഐറിസ് ടെനക്സിന്റെ വേറെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമുക്ക് അറിയാം, ബെൽഡോണയുടെ നമുക്കറിയാം അതിന്റെ അക്യൂട്ട്നെസ്, പെയിൻ കം സഡൻലി ആൻഡ് ഗോ സഡൻലി. ഞങ്ങൾ ഞങ്ങൾ ബെൽഡോണ കൊടുത്തിരുന്നു, പക്ഷെ അത് ആക്ഷൻ കണ്ടില്ല. അപ്പം അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ 3 PM അഗ്രവേഷൻ ആണ്. അതേസമയം ഐറിസ് ടെനക്സിന്റെ അഗ്രവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 PM ആണ്. അഗ്രവേഷൻ നല്ല ചില്ല് അറ്റ് 2 PM. അതൊരു സിംറ്റമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, അപ്പൻഡിസൈറ്റിസിന്റെ സർജറി കഴിഞ്ഞ കേസുകളും നമുക്ക് വരാറുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ
നമുക്ക് അഡ്ഹിഷൻസ് വരാം. അങ്ങനെ അഡ്ഹിഷൻസ് പ്രിവെന്റ് ചെയ്യാനും നമുക്ക് ഈ ഐറിസ്റ്റെനിക്സ് നല്ല മെഡിസിൻ. അപ്പൊ ഐറിസ്റ്റെനിക്സ് നമുക്ക് സബ് അക്യൂട്ട് കണ്ടീഷനിലോ ക്രോണിക് കണ്ടീഷനിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അക്യൂട്ട് കണ്ടീഷൻ വന്നിട്ട് അത് റെക്കർ ചെയ്യുക, അത് ഞങ്ങൾ മാറ്റിയത് കൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഐറിസ്റ്റെനിക്സ് ഇത്രയും കാര്യങ്ങൾക്ക്, അതായത് ആ ഒരു 2 PM അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. 2 PM ചിൽനെസ് അതിന് കൊള്ളാം. പക്ഷേ ഈ അഡ്ഹിഷൻസ് ആഫ്റ്റർ അപ്പൻഡിസെക്ടമിക്ക് ഐറിസ്റ്റെനിക്സ് നമുക്ക് ധൈര്യമായിട്ട് തന്നെ കൊടുക്കാം. പല കേസുകളും നമുക്ക് അങ്ങനെ വരുമല്ലോ, ഒരു ആഫ്റ്റർ സർജറി എന്നുള്ള രീതിയിൽ. അപ്പം ഈ അപ്പൻഡിസൈറ്റിസിന്റെ ആഫ്റ്റർ എന്നുള്ള ഇതിൽ നമുക്ക് ഐറിസ്റ്റെനിക്സ് ചേർത്തി കൊടുക്കാം. അപ്പൊ ഈ മുമ്പേ ഞാൻ പറഞ്ഞ ഒരു കുട്ടിക്കും ഞാൻ അതിന് അന്ന് ആ മെൻസ്ട്രൽ കംപ്ലൈന്റ് വന്നപ്പോൾ കോളോസിന്റെ മൈക്കോസും കൊടുത്തിട്ട് മാറാതിരുന്നപ്പോഴാണ് ഞാൻ സ്കാൻ ചെയ്യിച്ചപ്പോൾ സബ് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് എന്ന് കണ്ട് ഒരു 3 to 4 months കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കൊടുത്ത് ഗ്രാജുവലി ആ കുട്ടിക്ക് ഡിസ്മെനോറിയ മാറി. അത് കഴിഞ്ഞ് ഒരു 4 മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും USG എടുത്തു കഴിഞ്ഞപ്പോൾ സബ് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസും ഇല്ലായിരുന്നു. ഐറിസ്റ്റെനിക്സ് കൊടുത്തിരുന്നു. 30 ആണ് കൊടുത്തത്. അത് ഞങ്ങൾ കൊടുക്കാറ് 7 ml പിൽസിൽ ഞാനൊരു 1-2 ഡ്രോപ്പ് മതിയല്ലോ നമുക്ക്, കൊടുത്ത ഒരു BD ആയിട്ട് കൊടുക്കും. അതിന്റെ കൂടെ ഞാൻ ആ കുട്ടിയുടെ പൾസാറ്റിലെയോ മറ്റോ ആണെന്ന് ഞാൻ അത്രയും കേസ് ഡയറി എടുത്തില്ല. പക്ഷെ ഐറിസ്റ്റെനിക്സിന്റെ തന്നെ റിസൾട്ട് ആണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ പറയാൻ സാധിക്കും. കാരണം ശങ്കരൻ ഇത് കൊടുത്ത് അത് മാറിയെന്നുള്ളത്. അതിന് മുമ്പ് നമുക്ക് 1-2 കേസ് അപ്പൊ അവന്റെ കാര്യം തന്നെ പറയാം. അന്ന് ഏതൊക്കെ മെഡിസിൻസ് വരാമായിരുന്നു എന്നും കൂടി നമുക്കൊന്ന് നോക്കാം. കാരണം അന്ന് അവന്റെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആ നെയ്ബർ പറഞ്ഞിരുന്നത് കുഞ്ഞ് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്തു എന്നുള്ളത്. ആർണിക്ക ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ അപ്പൻഡിസൈറ്റിസ്. പക്ഷെ അന്ന് ഞങ്ങൾ ആർണിക്ക കൊടുത്തോന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആർണിക്ക വളരെ നല്ലതാണ്. അപ്പൊ ഈ ഒരു കാരണം, ഈ ഒരു കോസ് എന്ന് വെച്ചാൽ ഓവർ സ്ട്രെയിൻ ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ബ്രൂയിസ് അല്ലെങ്കിൽ സ്ട്രെയിൻ എന്നുള്ള ആ രീതിയിൽ ആർണിക്ക ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. കൊടുത്തായിരുന്നു ദേവൻ ഡോക്ടർ പറയും. റെസ്റ്റോസ് ആണ് അന്ന് കൊടുത്തത്. ഞാൻ അത്ര ഓർക്കുന്നു. ഞാൻ അവസാനം വന്ന പോർഷൻസ് ആണ് കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പം ആർണിക്ക, റെസ്റ്റോക്സും ബെൽഡോണയും കൂടെ ആണെന്ന് തോന്നുന്നു ആദ്യം കൊടുത്തല്ലേ. ആർണിക്ക നല്ല മെഡിസിൻ ആണ്. അതുപോലെ തന്നെ ബെല്ലിസ്പെന്നിസ് ഞങ്ങൾ കൊടുത്തില്ല. പക്ഷെ അപ്പൻഡിസൈറ്റിസിന് ബെല്ലിസ്പെന്നിസും നല്ല മെഡിസിൻ ആണ്. ഞങ്ങൾ കൊടുത്തിട്ടില്ല, എന്നാലും ഞാൻ പറയാം. പിന്നെ പറയുന്നത് ബെൽഡോണ. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ട്രൈസൈഡ് ആണ്. അതിന്റെ പെയിനിന്റെ അക്യൂട്ട്നെസ് അറിയാം, നമുക്ക് തീവ്രത അറിയാം. ബെല്ലും ഒക്കെ കൊടുത്തത് ഞങ്ങൾ വെറുതെ അല്ല. കാരണം ഈ കുഞ്ഞിന് കുറച്ചധികം ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ രാവിലെ ദേവൻ ഡോക്ടർ കുഞ്ഞിനെ നോക്കും, പേഷ്യൻസിനെ നോക്കും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഞാനൊരു കോട്ടയം ജില്ലയിലെ കല്ലറയിലാണ് അന്ന് വർക്ക് ചെയ്തിരുന്നത്. ഞാനൊരു 2 മണിക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ വരും. വീട്ടിൽ വന്ന് ഞാൻ ഫുഡ് കൊണ്ടുപോകുമായിരുന്നു. അപ്പം എനിക്കറിയാം വീട്ടിൽ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ. വീട്ടിൽ വന്നു, ഞാനൊന്ന് ഫ്രഷായി, സെറ്റിയിലാണ്, ഫ്രണ്ട് ഹാളിലാണ് കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നത്. കാരണം ബെഡ്റൂമിൽ കിടത്തിയാൽ ദേവൻ ഡോക്ടർക്ക് ഇങ്ങോട്ട് വന്ന് നോക്കാനുള്ള സൗകര്യമില്ല. ഞങ്ങൾ 3 പേരേ ഉള്ളു അന്ന് അവിടെ, അമ്മയില്ല അന്ന്. അപ്പം അങ്ങനെയുള്ള സാഹചര്യം വന്ന് ഞാന് ഒന്ന് ഫ്രഷായി ഞാൻ എന്റെ മടിയിൽ കുഞ്ഞിനെ കിടത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഒന്ന് ചായ ഇടുന്നോ അല്ലെ എനിക്ക് ചായ കൊണ്ട് തരുന്നോ ഒക്കെ ദേവൻ ഡോക്ടർ തന്നെയായിരുന്നു. കുഞ്ഞിന് അന്നുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ നാരങ്ങ വെള്ളം കുടിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് സിംറ്റംസ് വെച്ച് നോക്കി തന്നെയാണ് അന്ന് ദേവൻ ഡോക്ടർ ആദ്യം ബെൽഡോണ കൊടുത്തത്. കാരണം ടേസ്റ്റ് ഫോർ സവർ എന്നുള്ള ആ ഒരു ഡ്രിങ്ക്സ് ഒക്കെ വെച്ച് ബെൽഡോണ കൊടുത്തിട്ടൊന്നും മാറിയില്ല. ബെൽഡോണ കൊടുക്കാതെ പിന്നെ അവനിങ്ങനെ പറയും കുഞ്ഞ്, ഞാൻ ഇങ്ങനെ തല ഇങ്ങനെ തടവിച്ചിരിക്കണം, കാലിങ്ങനെ, അങ്ങനെ കൈ ഇങ്ങനെ തടവണം, ഇങ്ങനെ ഭയങ്കരമായിട്ട് തടവി ഇരിക്കണം. ഒരേ പൊസിഷനിൽ കുഞ്ഞ് പറയുന്ന പോലെ ഇരിക്കണം. അപ്പം ഞങ്ങൾക്ക് തോന്നിയത് തന്നെയുമല്ല, അന്നും ഈ നാരങ്ങ വെള്ളം കുടിക്കും. നാരങ്ങ വെള്ളം മാത്രമാണ് കുഞ്ഞ് കുടിക്കുന്നത്. പിന്നെ ഞാൻ എന്റെ നിർബന്ധം കാരണം എങ്ങനെയെങ്കിലും കഞ്ഞിവെള്ളം അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. വളരെ ആളങ്ങ് കൊളോസിന്റെ ലക്ഷണം പോലെയൊക്കെ കാണിച്ചെങ്കിലും കൊളോസിന്റെ കൊടുത്തിട്ടും കുഞ്ഞിന് മാറിയില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു മാക്ഫോസും കൊടുത്തു. എങ്കിലും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവനൊരു അക്യൂട്ട്നെസ് അല്ലെങ്കിൽ വേറൊരു സ്റ്റേജ് വരാതിരുന്ന് നമ്മുടെ ആ മെഡിസിൻസ് കൊടുത്തത് കൊണ്ട് മാത്രമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെന്നുണ്ടെങ്കിൽ അതൊരു വേറൊരു സിറ്റുവേഷനിലൂടെ, ഒരു കണ്ടീഷനിലോട്ട് പോയേനെ. അപ്പം ഫോസ്ഫറസ് കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ തടവി വാണ്ട്സ് ടു ബി മാഗ്നറ്റൈസ്ഡ് എന്നുള്ള രീതിയിലും ആ ഒരു രീതി ദാഹമുണ്ട്, ദാഹം കുടിക്കുന്നതെല്ലാം നല്ല നാരങ്ങ വെള്ളമാണ്, ഭയങ്കര പെയിനും. അങ്ങനെ
തന്നെയുമല്ല, കുഞ്ഞിന്റെ 6ാമത്തെ പിറന്നാളുമായിരുന്നു, അടുത്ത് വരികയാണ്. അപ്പൊ അത് കുഞ്ഞിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നാളെ ആകുമ്പോ, പിറന്നാളിന്റെ തലേദിവസമൊക്കെ ആയപ്പോ നാളെ ആകുമ്പോ മാറുമേ. അപ്പൊ അത് കേൾക്കുമ്പോ നമുക്കും ഒരു ഭയമായി, കുഞ്ഞിങ്ങനെ പറയുന്ന കേൾക്കുമ്പോ. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ റിലേറ്റീവ്സിനും ഒക്കെ പറയുന്നവര് അവര് പറയും, ഇത് ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ മതിയോ, ഹോമിയോ മരുന്ന് കൊടുത്താൽ മതിയോ എന്ന് പറഞ്ഞാലും ഞങ്ങൾ രണ്ടുപേരുടെ മുഖത്തോട് മുഖം നോക്കി ഇരിക്കുമെന്നല്ലാതെ, പക്ഷെ മരുന്നും കൊടുക്കുന്നുണ്ട്, ദേവൻ ഡോക്ടർ തന്നെ അത് നോക്കി കൊടുക്കുന്നത്. അപ്പം ഫോസ്ഫറസ് കൊടുത്തിട്ട് മാറിയില്ല. ഫോസ്ഫറസ് കൊടുത്തിട്ട് മാറാതായപ്പോഴാണ് പിന്നെ അടുത്ത മെഡിസിനിലോട്ട് വന്ന് പൾസാറ്റിലെ ആയിരുന്നു കുഞ്ഞ്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു കെയറിങ്, എനിക്ക് തോന്നുന്നു ഞങ്ങൾ 3 പേരും പൾസാറ്റിലക്കാരാണെന്ന് തോന്നുന്നു. ഞാനാണ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാറ്. അപ്പൊ ഞാൻ ഇന്നലെ ലാസ്റ്റ് പറഞ്ഞു വെച്ചതാണ് എന്റെ പല്ലുവേദനയുടെ കാര്യം. പല്ലുവേദന ഇടയ്ക്കിടയ്ക്ക് നമുക്കറിയാലോ, നല്ലപോലെ ക്യാരീസ് ഉണ്ട്. അപ്പം പല്ലിന് ഇടയ്ക്ക് ഇങ്ങനെ ചില മെഡിസിൻ ഒക്കെ കഴിച്ച്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത്രയും ഒരു തൃപ്തി ഇല്ലാത്തൊരു കേസാണ് ഈ പല്ലുവേദനയുടെ എന്ന് പറയുന്നത്. അപ്പം ഒരു ദിവസം ഭയങ്കര പല്ലുവേദനയായിട്ട് ഒരു രക്ഷയില്ല. ഞാൻ ദേവൻ ഡോക്ടർ കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയെന്നു ഞാൻ പറഞ്ഞു, ഏട്ടാ എനിക്ക് ഒട്ടും വയ്യ, പല്ലുവേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ എന്നെ ഒന്ന് ആണോ, എന്ത് പറ്റിയടോ ഒന്നും ചോദിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് പല്ലുവേദന മാറി എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാവരും തന്നെ, ഇപ്പൊ ദേവൻ ഡോക്ടർ ആണെങ്കിലും ഞങ്ങളുടെ കുഞ്ഞാണെങ്കിലും ഒക്കെ കുറെയൊക്കെ ഈ പൾസാറ്റിലക്കാരാണെന്ന് തോന്നുന്നു. വെച്ചാല് ഒരു കൺസലേഷൻ അമിലറേഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ 3 പേരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അവസാനം പൾസാറ്റില കൊണ്ടാണ് കുഞ്ഞിന് മാറിയത്, അവന്റെ ആ ഒരു കിടപ്പും. എന്നാൽ നമ്മൾ അപ്പൻഡിസിനെ നമ്മുടെ റഡാറിൽ നോക്കുമ്പം അപ്പൻഡിസൈറ്റിസിന് പൾസാറ്റില വിട്ട് കാണുന്നുമില്ല. പക്ഷേ അതുകൊണ്ട് മാറി. അപ്പൊ ആ ഒരു കേസ് ടേക്കിംഗ് എന്ന് വെച്ചാൽ ഒരു ക്ലാസിക് കേസ് ടേക്കിംഗ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. അപ്പൊ അത് ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള കേസുകൾ ഇപ്പോഴും ഇപ്പം കമ്പാരിറ്റീവ്ലി കുറച്ച് പേഷ്യൻസ് നമുക്ക് കുറവാണെങ്കിൽ പോലും നമ്മളുടെ എല്ലാ ഡോക്ടേഴ്സിന്റെ ഇടയ്ക്ക് ഒരു പിടി നല്ല പേഷ്യൻസ്, ഹോമിയോപ്പതിയെ മാത്രം സ്നേഹിക്കുന്ന കുറെ പേഷ്യൻസ് ഉണ്ട്. അത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മൾ ഇന്നത്തെ ദിവസം നോക്കുമ്പോൾ നമുക്കറിയാം, അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മളുടെ അടുത്ത് ഒരു അപ്പൻഡിസൈറ്റിസോ അല്ലെങ്കിൽ ഒരു അക്യൂട്ട് അബ്ഡോമിനോ ആയിട്ട് വന്നാൽ നമുക്ക് ധൈര്യമായിട്ട് അത് അറ്റൻഡ് ചെയ്യാമെന്നാണ് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ബാക്കിയുള്ള മെഡിസിൻസിലോട്ട് നമുക്ക് പോകാം. ബ്രയോണിയയുടെ നമുക്കറിയാം. അപ്പൊ അന്ന് ആദ്യം നമ്മൾ തീർച്ചയായിട്ടും ബ്രയോണിയയിലോട്ടും പോകും. കാരണം എന്ന് വെച്ചാല് മൂവ്മെന്റ് അഗ്രവേഷൻ എന്നുള്ള രീതിയിലും ഒക്കെ ഉള്ളത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് റിട്രോസീക്കൽ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കുറച്ച് റിട്രോസീക്കലാണെന്ന് നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പേഷ്യന്റ് കിടന്നിട്ട് കാല് മുട്ട് മടക്കുമ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ, അനങ്ങുമ്പോൾ പെയിൻ എന്നുള്ള ഒരു ഇത് ആണെങ്കിൽ നമുക്ക് റിട്രോസീക്കൽ, അത്രയും വിശദമായിട്ട് പോയില്ലെങ്കിലും ആ ഒരു കാല് ഫ്ലെക്സ് ചെയ്യുമ്പോൾ ഉള്ള വേദനയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാം അത് അപ്പൻഡിസൈറ്റിസ് ആണെന്നുള്ളത്. തന്നെയുമല്ല, ആ മാക്മണീസ് പോയിന്റ് നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ പെയിൻ ആണെന്നുണ്ടെങ്കിലും നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. തന്നെയല്ല, അത് കൂടാതെ തന്നെ പെയിൻ മാത്രമല്ല, ഛർദിലുണ്ടാവുന്ന കേസിലും നമുക്ക് ഒരു മിനിറ്റ് ഛർദിലുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പൻഡിസൈറ്റിസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വരുന്നില്ല. ബ്രയോണി ഞാൻ പറഞ്ഞു, ബെൽഡോണയും പറഞ്ഞു. അതുകൂടാതെയാണ് മെർക്കോറും ഫോസ്ഫറസും സിലീഷ്യം പറയുന്നുണ്ട്. സിലീഷ്യം നമ്മൾ ആ രീതിയിൽ ലോജിക്കായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, പൾസാറ്റിലയുടെ ക്രോണിക് ആണ് സിലീഷ്യ. ഈ ഞങ്ങളുടെ കുഞ്ഞിന് തന്നെ അവന് ചെറുപ്പത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരുമായിരുന്നു. അപ്പൊ അത് അവസാനം നമുക്ക് സിലീഷ്യ അങ്ങനെ ഒന്ന് ഇപ്പൊ അത് ചിന്തിക്കുമ്പോഴാണ് കുറെ കൂടെ നമ്മൾ അന്നത്തെക്കാട്ടി കുറെ കൂടെ എക്സ്പീരിയൻസ്ഡ് ചിന്തിക്കുമ്പം പൾസാറ്റില തന്നെ ആയിരുന്നു എന്നുള്ളത് എന്ന് വെച്ചാൽ മാറുകയും ചെയ്തല്ലോ. അപ്പൊ സിലീഷ്യയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അക്യൂട്ട് കണ്ടീഷനിൽ നമുക്ക് ഇത് ബ്രയോണിയ, ഇച്ചിനേഷ്യ, ലാക്കസിസ്. അപ്പൊ ലാക്കസിസ് വന്നപ്പോ തന്നെ ഞാൻ ഏട്ടനോട് ദേവ ഡോക്ടറോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ലാക്കസിസ് ശരിക്കും നമുക്ക് അറിയാവുന്നത് ഒരു ലെഫ്റ്റ് സൈഡഡ് റെമഡി ആയിട്ടുണ്ട്. ഞാൻ അന്നേരം അദ്ദേഹത്തിനോട് ചോദിച്ചത്, ഏട്ടാ ഇത് ഇങ്ങനെയായി അപ്പൻഡിസൈറ്റിസിൻ്റെത് പിന്നെ ലാക്കസിസിന് വരാവുന്ന എങ്ങനെ? അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അസസ് ചെയ്തപ്പോൾ ഒരു പക്ഷെ ആ ഒരു സെൻസിറ്റീവ്നെസ് എന്ന് വെച്ചാൽ ഡ്രസ്സ് നമ്മള് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് കൂടുതലായിട്ട് നമ്മൾ ചോദിക്കുന്ന എങ്ങനെയാ, ചോദിച്ചു വരുമ്പോ ലാക്കസിസ് ആണോ എന്ന്
അറിയാനുള്ള ഒരു സിംറ്റത്തിൽ ഒരെണ്ണമാണ് ഡ്രസ്സ് ലൂസായിട്ടാണോ ധരിക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ഫൈനൽ ഡിസിഷനിൽ എത്താം. ഈ ഇടയ്ക്ക് ഒരു പെൺകുട്ടി വന്നു, അതിന് സിവിയർ ഡിസ്മെനോറിയ ആണ്. അപ്പൊ അത് സംസാരിക്കുന്ന വെച്ചാൽ ഞങ്ങളുടെ ഡിസ്പെൻസറി, ടൗണിലെ ഡിസ്പെൻസറി വീടിന്റെ കൂടെ തന്നെയുള്ള റൂമാണ്. ആ കുട്ടി വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഡോറങ്ങ് അടയ്ക്കും. അകത്ത് അച്ഛനോ മോനോ ഉണ്ടെങ്കിൽ അവർക്കൂടെ കേൾക്കാം, ഉറക്കെ സംസാരിക്കുകയുള്ളൂ. ലാക്കസിസിന്റെ ഒരു പ്രത്യേകതയാണത്, ഉറക്കെ ലൗഡായിട്ട് സംസാരിക്കത്തുള്ളൂ. അത് തറവാട്ടിലും അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നല്ല ഞാൻ പറയുക അത്. അപ്പൊ ആ ഒരു കുട്ടിക്ക് ലാക്കസിസ് ആണെന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഭയങ്കര ഉറക്കെ, ഡോക്ടറെ എനിക്ക് അങ്ങനെ വേദന വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കെ, എന്ന് വെച്ചാൽ അങ്ങ് നിൽക്കുന്ന അകത്ത് കിടക്കുന്ന ദേവൻ ഡോക്ടർ അല്ലെങ്കിൽ കുഞ്ഞുണ്ടെങ്കിൽ അവർക്ക് കേൾക്കാം, ആ രീതിയിൽ സംസാരിക്കുക. ഒന്നത്. രണ്ടാമത് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നെന്ന് വെച്ചാല് ഒരു സിംറ്റം എന്ന് വെച്ചാൽ തലവേദന, ഭയങ്കര തലവേദനയാണ്. തലവേദന വന്നാല് ആ മെൻസസ് ഫ്ലോ വന്നു കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞാലേ ആ തലവേദന ഫ്ലോ വരത്തില്ല. അത്രയും ഒരു സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലോ ആയിരിക്കും. വളരെ കഷ്ടപ്പെട്ടായിരിക്കും. ഫസ്റ്റ് ഡേയിലും വരത്തില്ല, സെക്കൻഡ് ഡേയിൽ. അപ്പൊ ആ ഫ്ലോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തലവേദന മാറുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഞാൻ ലാക്കസിസ് കൊടുത്തു വിട്ടു. അപ്പം അതിന്റെ കൂടെ ഞാൻ ചോദിച്ചപ്പോൾ ആ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സാണ് ആ കുട്ടിക്ക് വേണ്ടതെന്നുള്ളത് കൊണ്ട് ലാക്കസിസ് കൊണ്ട് അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അത് കൊടുക്കുക, അത് മാറുകയും ചെയ്യില്ല. അപ്പൊ അതുപോലെ ലാക്കസിസ് വരുന്നതിന്റെ ഒരു കാരണം ഒരു പക്ഷേ ആ ഒരു സെൻസിറ്റീവ്നെസ് കൊണ്ടായിരിക്കും. ബാക്കിയുള്ള സിംറ്റംസ് എല്ലാം വരും. എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാലോ, പെയിൻ ഫ്രം റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള ഒരു മൊഡാലിറ്റി നമുക്ക് എടുക്കാമല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ലാക്കസിസ് അപ്പൻഡിസൈറ്റിസിന് ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പൊ അത് ഉണ്ട്. പിന്നെ ക്രോണിക് കണ്ടീഷനിൽ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഒന്നിലധികം കേസുകളിൽ തന്നെ ഐറിസ് ടെനക്സ് കൊടുത്ത് തന്നെ ആ ഒരു സബ് അക്യൂട്ട് കേസ് ആണെങ്കിലും ഒരു ക്രോണിക് അപ്പൻഡിസൈറ്റിസ് അത് മാറും. അതില്ലാതെ തന്നെ ബെല്ലിസ് പെരിനിസ്, സൾഫർ, പിന്നെ കോളോസിന്ത്, കാലി കാർബ്, പ്ലംബം നമുക്കറിയാം. പ്ലംബത്തിന്റെ ഒരു വയറുവേദന എന്ന് പറഞ്ഞാൽ അത് ആ ഒരു പിടിച്ച് ബാക്കിലോട്ട് വലിക്കുന്ന അത് ഒരു കേസ് ഈ ഇടയ്ക്ക് വന്നത്. പക്ഷെ 10-45 വയസ്സുള്ള ഒരു പയ്യനാണ്. എപ്പോഴും വന്ന് പറയുന്ന ഒരു കാര്യം, ഡോക്ടറെ എനിക്ക് ഈ കിടക്കാൻ നേരം ഈ വയറ് പിടിച്ച് അങ്ങ് പുറകോട്ടങ്ങ് വലിക്കും. അങ്ങനെ പറഞ്ഞു. പ്ലംബം മെറ്റ് കൊടുക്കുമ്പോൾ ആ പേഷ്യന്റിന് കുറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പിന്നെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചൊരു സ്റ്റോൺ എന്ന് പറയാനില്ല, എന്നാലും ആ ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ട് താനും. അങ്ങനെ പ്ലംബം മെറ്റ് ഒക്കേഷണലായിട്ട് കൊടുത്തിട്ട് എപ്പിസ് വണ്ണമും ബെർബറിസ് വൾഗാരിസ് ടിഞ്ചറും കൂടെ കൊടുത്ത് ആ പേഷ്യന്റിന് അത് നല്ല ഒരു റിലീഫ് വന്നിട്ടുണ്ട്. അപ്പൊ ആ പ്ലംബം മെറ്റും നമുക്ക് അപ്പൻഡിസൈറ്റിസിന് നല്ല ഒരു ഇൻഡിക്കേറ്റഡ് റെമഡിയാണ്. അതർ ദാൻ ദാറ്റ് അതില്ലാതെ തന്നെ ലൈക്കോപോഡിയം, മെർസോള്, മെർക്കോറ്, പിന്നെ ഫോസ്ഫറസിന് ഇതുപോലെ 3 മാർക്സ് സിംറ്റം ആണുള്ളത്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള സിംറ്റംസ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഞാൻ. എക്സ്ട്രോവേർട്ടഡ് ആയിരിക്കും പിന്നെ ഫോസ്ഫറസ് പേഷ്യന്റ് ശരിക്കും. കാരണം ഇവിടെ ഓപ്പൺ ആയിരിക്കും. നമ്മളിവിടെ പല വേദികളിലും അത് പറഞ്ഞിട്ടുള്ളതാണ് ഫോസ്ഫറസിന്റെ കാര്യം. അപ്പൊ അത് കുറച്ചുകൂടെ രസകരമായിട്ട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദേവൻ ഡോക്ടർ പേഷ്യൻസ് ഒരു പേഷ്യന്റ് ഉണ്ട് വന്ന്, ഞാൻ പറയുന്ന ദേവൻ ഡോക്ടറെ മടിയിൽ ഇരിക്കുന്ന പോലെയാ ഇരിക്കുന്നത്. അത് അത്രയും ക്ലോസ് ആയിട്ട് അത് തന്നെ ഇവിടെ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ സിമ്പതൈസ് വിത്ത് ഹോമിയോപ്പതി, സിറ്റ് ഫോർവേഡ് ഓൺ ദ ചെയർ, ഇങ്ങനെ ഇരിക്കുന്നത് ഫോസ്ഫറസിന്റെ പേഷ്യന്റ് അങ്ങനെ ആയിരിക്കും. തന്നെയുമല്ല ആ പേഷ്യൻസ് ഒരു കാരണവശാലും അവരെ ഒന്നും ഹൈഡ് ചെയ്യത്തില്ല. അത് ഹൈഡ് ചെയ്യാതെ തന്നെ ഇപ്പൊ എവിടെയെങ്കിലും ഒരു ഹൈഡ് ചെയ്യേണ്ട പോർഷനിൽ എന്തെങ്കിലും ഒരു സ്കിൻ കംപ്ലൈന്റോ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ നല്ല ഓപ്പൺ ആയിട്ട് തന്നെ നമ്മളെ അത് കാണിക്കുകയും ചെയ്യും. ഇപ്പൊ ഈവൻ ഒരു മെയിൽ ഡോക്ടർ ആണെങ്കിൽ പോലും, ലേഡി ആണെങ്കിൽ മെയിൽ ഡോക്ടർ ആണെങ്കിൽ പോലും ആ ഒരു ഫോസ്ഫറസിന്റെ ഒരു സിംറ്റം ലക്ഷണം അങ്ങനെയാണ്. അപ്പൊ ആ ഒരു ഇങ്ങനെ വന്നായിരിക്കും. അപ്പൊ ഞാനത് അന്നേരം പ്രത്യേകിച്ചും പറയും, ദേവൻ ഡോക്ടറെ പേഷ്യൻസ് ഒക്കെ കൂടുതലും വന്ന് ഇങ്ങനെ ദേവൻ ഡോക്ടറെ കസേരയുടെ പിടിച്ചോണ്ടേ ഇരിക്കത്തുള്ളൂ. അപ്പൊ ഫോസ്ഫറസിന്റെ ആ ഒരു പേഷ്യന്റിനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു അതിന്റെ ലക്ഷണം കാണിക്കുമ്പോൾ നമ്മൾ ഫോസ്ഫറസ് കൊടുക്കാറുണ്ട്. അപ്പൊ ഫോസ്ഫറസിന്റെ വേറൊരു ലക്ഷണമാണ്. അപ്പൊ ഈ ശങ്കരന് ഇത് കൊടുക്കാനുള്ള കാരണത്തിലോട്ടും കൂടിയാണ് ഞാൻ വരുന്നത്. ഫോസ്ഫറസിന്റെ ആ വാണ്ട്സ് ടു ബി മാഗ്നറ്റൈസ്ഡ്, പിന്നെ ലാർജ് ക്വാണ്ടിറ്റീസ്, ഡിസയർ ഫോർ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് കോൾഡ് വാട്ടർ എന്നുള്ള ലക്ഷണം വെച്ചാണ് ഞങ്ങൾ അന്ന് ഫോസ്ഫറസ് കൊടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞു ബെല്ലിസ് പെർനിസിന്റെ കാര്യം പറഞ്ഞു. ബെല്ലിസ് പെർനിസിന്റെ വേറെ 1-2 ഇൻഡിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാല് ഡീപ്പ് സർജറി,
ഫോർ ഡീപ്പ് ടിഷ്യൂസ്, അതായത് ഒരു സാധാരണ ഒരു സിസേറിയൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് വെല്ലിസ്പെർനിസ് നമുക്ക് കൊടുക്കാം. അതായത് ഡീപ്പ് ടിഷ്യൂസിലുള്ള ഒരു ആഫ്റ്റർ ഓപ്പറേഷനോ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞാലോ നമുക്ക് ഈ ഒരു വെല്ലിസ്പെർനിസ് കൊടുക്കാവുന്നതാണ്. എത്ര സമയമായി ശൈല ഡോക്ടറെ? പിന്നെ ന്യൂമോകോക്സിൻ മണ്ണമും നമുക്ക് ഇന്റർകറന്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ് ഈ ഒരു ഇന്റർ റെക്കറൻസ് മാറാനായിട്ട്. ഇനി എന്തെങ്കിലും പോയിന്റ്സ് ഞാൻ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചോദിക്കുകയോ നമുക്കൊരു ഡിസ്കഷനിലോട്ടോ പോകാം. ശരി ഡോക്ടറെ, സൗണ്ട് കേൾക്കുന്നില്ല. അപ്പൊ ക്ലാസ് ഒരു മിനിറ്റ്, എനിക്ക് സൗണ്ട് കേൾക്കാൻ വയ്യ. ഇപ്പൊ കേട്ടൂടെ? കേക്കാവോ? പറഞ്ഞു. കേക്കാം. ഇപ്പൊ കേൾക്കാം. ഓ, ഓക്കെ. അപ്പൊ ക്ലാസ് അങ്ങനെ അപ്പൻഡിസൈറ്റിസിനെ കുറിച്ച് വളരെ വിശദമായിട്ട് അനാട്ടമി ഫിസിയോളജി ഉൾപ്പെടെ വളരെ വിശദമായ ഒരു ക്ലാസ് ആണ് നമുക്ക് ഇപ്പൊ കേൾക്കാൻ കഴിഞ്ഞത്. ഇനി എന്തെങ്കിലും മെഡിസിനൽ ആസ്പെക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസിനെ കുറിച്ചോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്ററാക്ഷൻ ഉള്ള സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറോട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ എന്താ, ലതാ മനോഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്ത് റെഡി ആയിരിക്കുകയാണ്. പറഞ്ഞോളൂ ഡോക്ടർ. അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മള് ഈ അപ്പൻഡിസൈറ്റിസ് കേസ് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് സ്റ്റേജിലുള്ള പെയിൻ ആണ്, ഇൻഫ്ലമേഷൻ ആണെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബാക്ക് പോയിന്റിൽ പ്രസ് ചെയ്യുമ്പോൾ വേദന ഇല്ല, പിന്നെ വിരല് പുറത്തോട്ട് എടുക്കുമ്പോഴത്തേക്ക് പെയിൻ കൂടുതൽ. ഇതാണല്ലോ ഒരു സൈനായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ആ വേദന അത് ഫസ്റ്റ് സ്റ്റേജിലല്ലാതെ അത് കഴിഞ്ഞ് എത്തുന്ന ഇച്ചിരൂടെ ഒരു വർഷമായ കണ്ടീഷൻ ആണെങ്കിൽ ഈ പരിശോധന കൊണ്ട് പ്രയോജനം ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെപ്പറ്റി എന്താണ് ഡോക്ടർ പറയുന്നത്? അപ്പം ദ വോൾ അബ്ഡോമൻ ഹൈപ്പോഗാസ്ട്രിക് പെയിൻ, ദ വോൾ അബ്ഡോമനിൽ ഈ സ്പ്രെഡ് റേഡിയേറ്റ് ചെയ്യുന്ന പോലെ സ്പ്രെഡ് ആകുന്ന പോലെയാണ് എനിക്ക് എക്സ്പീരിയൻസിൽ എനിക്ക് നേരത്തെ തോന്നിയിട്ടുള്ളത്. അതിനെപ്പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? അല്ല, ഹോൾ അബ്ഡമൻ ആദ്യം വരുന്നത് മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ അംബിലിക്കൽ റീജിയൻ ആയിരിക്കേണ്ടത് ഡോക്ടറെ. അംബിലിക്കൽ റീജിയനിലും പിന്നെ ഹോൾ അബ്ഡമനിലും തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടേ ഇത് നമ്മുടെ മാക്മണീസ് പോയിന്റിലോട്ട് പോയിന്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് കേസാണ്. പിന്നെ പക്ഷെ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, നമ്മുടെ കൂടെ നിൽക്കുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇത് ധൈര്യമായിട്ട് മാനേജ് ചെയ്യാം. പക്ഷെ പ്ലസ് നമ്മൾ എപ്പോഴും ഒബ്സർവ് ചെയ്തിരിക്കണം എന്ന് വെച്ചാൽ ആ പേഷ്യൻസിനോട് അല്ലെങ്കിൽ അവരുടെ പേരൻസിനോട് ബൈസ്റ്റാൻഡേഴ്സിനോട് നമ്മൾ ബ്രീഫ് ചെയ്തിരിക്കണം. ഒരു ഷോക്ക് വരാവുന്ന ഒരു കേസാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഇവൻ വേണമെങ്കിൽ SOS എന്നുള്ള രീതിയിൽ പൈറഗനോ, ഇപ്പൊ ശങ്കരൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോണ്ടല്ലേ നമുക്ക് എല്ലാ മെഡിസിൻസും നമുക്ക് നമ്മുടെ കയ്യിലുണ്ടല്ലോ ഡോക്ടറെ. അപ്പൊ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പൈറജൻ അല്ലെങ്കിൽ അത്രയും സിവിയർ ആയിട്ടുണ്ടെങ്കിൽ ഈവൻ ഒരു പിന്നെ അക്യൂട്ട് അബ്ഡമന് നമുക്ക് അട്രോപ്പിൻ, അട്രോപ്പിൻ നമ്മളത് കൊടുത്തിട്ടുള്ള കേസ് ആയതുകൊണ്ടായി പറയുന്നത്. അട്രോപ്പിൻ 30 അങ്ങനെയുള്ള 1-2 കേസുകൾ ഇന്ന ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ അത് കൊടുക്കാമെന്നും പറഞ്ഞ് അവർക്ക് SOS കൊടുത്തു വിടുകയും ചെയ്യണം. അപ്പൊ എനിക്ക് ഒന്നും കൂടി ക്ലിയർ ആയില്ല ലത ഡോക്ടർ പറഞ്ഞത് എങ്ങനെയാ ഈ ഒരു ഹോൾ അബ്ഡമൻ ആണെങ്കിൽ എന്താണെന്നാ എനിക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കി. നമ്മൾ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ സാധാരണ ഒരു പേഷ്യന്റ് വരുമ്പോൾ നമുക്ക് USG അബ്ഡോമൻ ഒക്കെ എടുക്കാനും പെൽവിസ് എടുക്കാനും നമുക്ക് അപ്പൊ ആ സമയത്ത് സാധിക്കത്തില്ലല്ലോ. ഒരു അക്യൂട്ട് സ്റ്റേജിലല്ലേ പേഷ്യന്റ് വരിക. അപ്പൊ നമ്മൾ അത് വിട്ട് പരിശോധിച്ച് എടുക്കാനും ഒക്കെ ഉള്ള ടൈം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു അറ്റ് ദ മൂമെന്റ് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് അക്കോണേറ്റ് കൊടുക്കാം ഡോക്ടറെ, അക്കോണേറ്റ് വണ്ണം കൊടുക്കാം. ഞങ്ങൾ ശങ്കരന് അത് ആദ്യം കൊടുത്തു.
അക്കോണേറ്റ് കൊടുക്കാം, ബെല്ല് കൊടുക്കാം. നമുക്ക് എത്ര ആയാലും നമ്മളിപ്പോ നമ്മളൊക്കെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയി നമുക്കൊരു ഒബ്സർവ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ബെൽഡോണ വണ്ണം കൊടുക്കാം, സഡൻലി കമ്മിങ് ആൻഡ് ഗോയിങ് ആം. ബെൽഡോണന്റെ വേറെ ഒരു വണ്ടർഫുൾ റിസൾട്ട് ഞാൻ പറയാം. ഒരു ലേഡിക്ക് ഇതുപോലെ പെയിൻ ഡിസ്മെനോറി അല്ല, ഒരു മെനപ്പോസൽ റീജിയനിലാണ്, സോറി ഏജിലാണ് വന്നത്. അപ്പോ പിന്നെ കുറെ മെഡിസിൻ ഒക്കെ ഞാൻ കൊടുത്തു. നമ്മളിങ്ങനെ കുറച്ചൊക്കെ മെഡിസിൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് മാറുന്നില്ല. ഈ പറഞ്ഞ നമ്മുടെ ഉറച്ച പേഷ്യന്റ് നമ്മൾ പറഞ്ഞു വിട്ടാലും പോകും. അങ്ങനെ ആയപ്പം അത് ഞാൻ ഒന്നും കൂടി ഡീപ്പായിട്ട് നോക്കിയപ്പോഴാണ് അവർക്ക് പെയിൻ, കുറെ നേരം ഇരുന്ന് ഞാൻ കേസ് എടുത്തപ്പോഴാണ് പെയിൻ പെട്ടെന്ന് പോകും. തന്നെ ലാർജ് ക്ലോട്ട്സ് ആണ് വരുന്നത്, പ്യുവർ ബ്ലഡ് ആണ്, അനങ്ങാൻ പറ്റത്തില്ല. ഒരേ ഇതില് ഇങ്ങനെ 3 സിംറ്റം എടുത്ത് ഞാൻ ബെൽഡോണ 30 കൊടുത്തത്. അപ്പൊ തന്നെ പെയിൻ മാറി എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ബ്ലീഡിങ് മാറാൻ 2-3 ദിവസം എടുത്തു. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മളൊന്ന് നല്ലപോലെ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്റെ അഭിപ്രായത്തില് അല്ലെങ്കിൽ എന്റെ എക്സ്പീരിയൻസിൽ അക്കോണേറ്റ് വണ്ണം അല്ലെങ്കിൽ 10 വരെ കൊടുക്കാൻ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് അറിയാമല്ലോ, തീവ്രത അറിയാം. പിന്നെ പ്ലസ് ബെൽഡോണ, ബ്രയോണിയ അങ്ങനെയുള്ള കേസുണ്ട്. അല്ലെങ്കിൽ കോളോസിന്റ് ഞാൻ പറഞ്ഞില്ല, ആ മരടിലെ ആ ഒരു മോൾക്ക് ഞാൻ കോളോസിന്തോ ഞാൻ എത്ര ഓർക്കുന്നില്ല, പക്ഷെ ആ കുട്ടി വന്നില്ലല്ലോ എന്നും ഞാൻ ഓർത്തു. ഒരു 2 വർഷം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാ വരാതിരുന്നതെന്ന് ചോദിച്ചപ്പോ അതങ്ങ് മാറി ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ആ മോൾക്ക് ഞാന്, അതായത് കൂനിയാണ് വന്നത്. കൂനി വരുമ്പോഴേ നമുക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ എപ്പോഴും പേഷ്യൻസ് വരുന്നത് കാണാനായിട്ട് ആ ഒരു വ്യൂവിലേ ഞാൻ ഇരിക്കാറുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ കോളോസിന്റ് കൊടുത്ത് നല്ല സിവിയർ ആയിരുന്നു. കോളോസിന്റും ബെല്ലും ബ്രയോ ആണെന്ന് തോന്നുന്നു കൊടുത്തത്. അത് മാനേജ് ചെയ്ത് തന്നെയാ വിട്ടത്. അതുപോലെ ഡയസ്കോറിയയുടെ വേറെ ഒരു രസകരമായ ഒരു അനുഭവം എനിക്കുണ്ട്. കാരണം നമുക്കറിയാം ഡയസ്കോറിയയുടെ മൊഡാലിറ്റി. അവിടെ അന്ന് തറവാട്ടിലായിരുന്നപ്പം ദേവൻ ഡോക്ടറുടെ പേഷ്യന്റ് ആണ്. മതിലിന്റെ അപ്പൊ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പം വരുന്നത് ഇങ്ങനെ നമുക്കറിയാലോ ഡയസ്കോറിയ പേഷ്യന്റ്. അപ്പം നടുവേദനയ്ക്കും മറ്റുമാണ് വരുന്നത്. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ കണ്ടപ്പം ഏട്ടനോട് പറഞ്ഞു, ദേവൻ ഡോക്ടറോട് പറഞ്ഞു, ഏട്ടാ ഇത് ഇങ്ങനെയാണ്. അപ്പം ദേവൻ ഡോക്ടർ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്. എന്നാലും ഞാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചു പറഞ്ഞ് ഡയസ്കോറിയ അന്ന് കൊടുക്കുകയും മാറുകയും ചെയ്തു നടുവേദനയ്ക്ക്. അത്ര ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമുക്കത് മാറ്റാൻ പറ്റും. എങ്ങനെ? നമ്മുടെ കൂടെ നിൽക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ മാത്രം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ഇതിന്റെ കോംപ്ലിക്കേഷൻ നമുക്കറിയാം. ഒരു അലോപ്പതി ചെന്നാൽ ഇത് പ്യുവർലി ഒരു സർജിക്കൽ കേസാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മോൻ ഇത് വന്നിരുന്നപ്പോൾ നമ്മുടെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ മോനെ ഒരു ദിവസം കൊണ്ട് തന്നെ സർജറി കഴിഞ്ഞു. 2 അന്ന് അവര് ഹോസ്പിറ്റലിൽ നിന്ന് വരികയും ചെയ്തു. അങ്ങനെയുള്ളത് നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന പേഷ്യൻ ഉറപ്പായിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും ഡോക്ടറെ, കുഴപ്പമില്ല. ബെൽഡോണ, അക്കോണേറ്റ്, കോളോസിന്ത്, അങ്ങനെ ബ്രൈ അനങ്ങാതെ കിടക്കുന്നതാണെങ്കിൽ അങ്ങനെ മാനേജ് ഡോക്ടർ ചെയ്യാം. ഞാന് ബെൽഡോണ കൊടുത്ത് എനിക്ക് പല കേസുകളും എനിക്ക് റിലീഫ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഈ അബ്ഡോമൻ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഭയം തോന്നാറുണ്ട്. കാര്യം ഇത് കുഴപ്പമാകും, പെരിട്ടണൈറ്റിസ് വല്ലതും ആയ പ്രശ്നമാവുമല്ലോ എന്ന് ഓർത്ത്. അതാണ് ഞാൻ അത് ഡൗട്ടായിട്ട് ചോദിച്ചത് ഡോക്ടറെ. താങ്ക് യു. അല്ല, ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ലെതർ ഡോക്ടറെ നമ്മൾ അതിന്റെ കോംപ്ലിക്കേഷൻസ് അവരോടും പറഞ്ഞു കൊടുത്ത്, നമ്മുടെ കൂടെ നിൽക്കുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്തെന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് അത് കിടത്തി മാറ്റി തന്നെ നമുക്ക് വിടാൻ സാധിക്കുന്നതാണ്. കുഴപ്പമില്ല. ഓക്കെ ഡോക്ടറെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഓക്കെ, അപ്പൊ ലതാ മനോഹർ ഡോക്ടറുടെ സംശയം കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡോക്ടറോട് സംസാരിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാൻഡ് റൈസ് ചെയ്ത് പെട്ടെന്ന് തന്നെ വരണം. 50 ആയി, ഇനി 10 മിനിറ്റ് ഉണ്ട്, സമയമുണ്ട്. ഡോക്ടർ തന്നെ വീണ്ടും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അപ്പൊ എന്തായാലും അപ്പൻഡിസൈറ്റിസ് ആണോ നമുക്ക് അറിയത്തില്ല, നമ്മളൊന്നും അടുത്ത് വരുന്ന പേഷ്യന്റിന്. അപ്പൊ അപ്പൻഡിസൈറ്റിസ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഏതെങ്കിലും 2-3 സിംറ്റമെങ്കിലും നമ്മൾ വിലയിരുത്തണം. ഒരു വയറുവേദനയായിട്ട് എന്തെല്ലാം കേസുകൾ സിമ്പിളായിട്ട് വിരയുടെ ശല്യം ഉണ്ടെങ്കിൽ പോലും വയറുവേദന വരാം, അത് പൊക്കിളിന്റെ ചുറ്റാകെയും ആകാം. എന്നാലും അപ്പൻഡിസൈറ്റിസ് ആണെങ്കിൽ എന്തെങ്കിലും 2-3 ലക്ഷണങ്ങൾ കാണുമല്ലോ. അത് തീർച്ചയായിട്ടും നമ്മൾ അത് കണ്ടുപിടിച്ച് വേണം മുമ്പോട്ട് പോകാൻ. അപ്പൻഡിസൈറ്റിസ് ആണോ എന്നുള്ളത് ഒന്നുകൂടെ ഉറപ്പിക്കുക. ഡോക്ടർക്ക് ഇനി എന്താണ് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞേ ഡോക്ടറെ. ഡോക്ടറെ, എനിക്ക് പറയാനുള്ളത് ക്ലാസ് വളരെ നല്ലതായിരുന്നു. ഇൻഫർമേഷൻ വളരെ നന്നായിട്ട് കിട്ടി. പിന്നെ നല്ല ഒരു സ്റ്റഡി ക്ലാസ് തന്നെയായിരുന്നു. കാര്യം ഈച്ച് ആൻഡ് എവരിത്തിങ് ഡോക്ടർ അത് കണ്ടുപിടിച്ച് അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ക്ലാസ് ആണ് നടത്തിയത്. വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. താങ്ക് യു.
ശൈല ഡോക്ടറെ, എനിക്ക് തോന്നുന്നേ ഈ ഒരു ഞാനിത് നേരത്തെ തന്നെ പറഞ്ഞിട്ടല്ലേ, നമുക്ക് എല്ലാവർക്കും ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. സ്പൈജീലിയ വളരെ നല്ല മെഡിസിൻ ആണ്. ഈ പേഷ്യൻസ് കുഞ്ഞുങ്ങൾ വന്നിട്ട് ആ പോയിന്റ് ടുവേർഡ്സ് അംബിലിക്കസ് എന്നുള്ള നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, സ്പൈജീലിയ കൊടുത്താൽ മതി. അപ്പം ഒരുപക്ഷെ അല്ല, നമ്മളുടെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് അല്ലേ ഇപ്പം ഇപ്പോഴത്തെ ആ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഏരിയ ആ ഒരു ഇതായത് കൊണ്ടല്ലേ നമ്മളും എല്ലാം എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം, ഡയഗ്നോസിസിനെ ബേസ് ചെയ്ത് ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് കൂടെയാണല്ലോ നമ്മൾ ഇതെല്ലാം ഇൻവെസ്റ്റിഗേഷൻസിന്റെയും കൂടെ പുറകെ പോകുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ടുവേർഡ്സ് എവിടെയാ വേദനയെന്ന് ചോദിച്ചാൽ ആ ഒരു പൊക്കിൾ മാത്രം അംബിലിക്കസ് മാത്രം കാണിക്കുവാണെങ്കിൽ മേ ബി ഡ്യൂ ടു അപ്പൻഡിസൈറ്റിസ് ആണെങ്കിൽ പോലും ആ സ്പൈജിലിയ കേസ് കൊണ്ട് സ്പൈജിലിയ കൊണ്ട് മാറും. ഇപ്പൊ ലാക്കസിസ് അപ്പൻഡിസൈറ്റിസിന് നമ്മൾ ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു പേഴ്സൺ ആസ് എ ഹോൾ എന്നുള്ള രീതിയിൽ കേസ് എടുക്കുമ്പോൾ സ്പൈജീലിയ കൊണ്ടും അപ്പൻഡിസൈറ്റിസ് മാറാം. അല്ലേ? ശരിയല്ലേ? സ്പൈജീലിയ വളരെ വളരെ നല്ല റിസൾട്ട് ആട്ടോ. നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഇപ്പൊ സമയമുള്ളതുകൊണ്ട് പറയാം, കഴിഞ്ഞ ദിവസം എനിക്ക് ഇപ്പം ഞാൻ പോകുന്നോണ്ട് രാവിലെ തറവാട്ടിൽ പോകുന്നോണ്ട് എനിക്ക് ഒരുപിടി പേഷ്യൻസ് ഉണ്ടല്ലോ. കുറച്ച് പ്രായമായ ഒരു അമ്മയുടെ കേസാണ്. അപ്പൊ അതെല്ലാം ഞാൻ തറവാട്ടിലായിരുന്നപ്പോ തന്നെ അവരൊക്കെ പരിചയമുള്ളവരാണ്. ഇപ്പൊ വീണ്ടും പോകാൻ തുടങ്ങിയപ്പോ 86 വയസ്സുള്ള ഒരു അമ്മയാണ്. അപ്പൊ കണ്ണ് കാണത്തില്ല. അപ്പൊ ആ അമ്മയൊന്ന് കഴിഞ്ഞ ദിവസം വീണപ്പം ആ മോള് അത്രയും നെഗ്ലക്ട് ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വരുന്നത്. റെഗുലർ മെഡിസിൻ ഒരു സെനയിൽ കംപ്ലൈന്റ് ആണ്, ഇച്ചിങ് ആണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ എന്റെ ഡോക്ടറെ പിന്നെ ഞാൻ വരാഞ്ഞത് അമ്മയൊന്ന് വീണായിരുന്നു അതുകൊണ്ടാണെന്ന്. അപ്പൊ ഞാൻ പിന്നെ നിർബന്ധിച്ച് ആ ചേച്ചിയെ വഴക്ക് പറഞ്ഞാണ് മെഡിസിൻ കൊടുത്തത്. ആർണിക്കയും റെസ്റ്റോക്സും കൊടുത്ത് ആർണിക്ക ഓയിലൊക്കെ കൊടുത്ത്. അപ്പൊ ഈ ചേച്ചി പറയുന്ന അമ്മ ഇനി എണീക്കത്തില്ലെന്നാ. പക്ഷെ ഞാൻ അത്രയും നിർബന്ധിച്ച് മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോ ആർണിക്കയും റെസ്റ്റോക്സും കൊടുത്തു കഴിഞ്ഞപ്പോ അവിടത്തേക്ക് അമ്മ എണീറ്റ്. അവർക്കങ്ങ് നല്ല സന്തോഷമായി. അപ്പൊ ഞാനും അപ്പോഴും വഴക്ക് പറഞ്ഞു, അത് അന്നേ മരുന്ന് വാങ്ങിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ആ അമ്മ അതോടുകൂടി കിടപ്പായി പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ വന്ന് ഈ ഒരു ചൊറിച്ചിലിനൊക്കെ മരുന്ന് വാങ്ങിച്ചപ്പം ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയി കാണുകയും ചെയ്തു. ഒരു കാരണവശാൽ ഈ അമ്മയും മോളും മാത്രമേ ഉള്ളൂ. ആ ചേച്ചിക്ക് ഈ അമ്മയെ എന്റെ അടുത്ത് കൊണ്ടുവരാനും സാധിക്കില്ല. അപ്പൊ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി കാണുകയും ചെയ്തു. അപ്പൊ അതിനുശേഷമാണ് വീണ്ടും വന്നപ്പം ഞാൻ സൾഫറും അക്കോണേറ്റും കൂടിയാണ് കൊടുത്തു വിട്ടത്. കാരണം നല്ല ഐശ്വര്യമുള്ള ഒരു അമ്മയാണ്. ചൊറിഞ്ഞ് നല്ല പൊട്ടുമായിരുന്നു. അപ്പൊ സൾഫർ 30 കൊടുത്തതിന് ശേഷം പൊട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഒരു ദിവസം അവർക്ക് രാവിലെ വരാൻ സാധിക്കാഞ്ഞോണ്ട് എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ മെഡിസിൻ അവിടെ എടുത്തു വെച്ച്. അപ്പൊ വൈകുന്നേരം ദേവൻ ഡോക്ടർ ചെന്നപ്പം ദേവൻ ഡോക്ടർ ആയിരുന്നാണ് മരുന്ന് വാങ്ങിച്ചോണ്ട് പോയത്. അപ്പോഴാണ് ദേവൻ ഡോക്ടറോടും കുറെ കഥ പറഞ്ഞു. അപ്പം ഈ ചേച്ചി അമ്മയുടെ മോള് അപ്പൊ പറഞ്ഞു, അമ്മ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്, ഏട്ടനെ കുട്ടാന്നാവളെ കുട്ടാ, പക്ഷെ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല. അപ്പൊ തന്നെ ഏട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പൊ എനിക്കൊരു വിഷമമായി, ഞാനത് കണ്ടില്ലല്ലോ, മീൻസ് അത് ചോദിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ അപ്പൊ റൂബ്രിക് ഏതാ നോക്കേണ്ടതെന്ന് ദേവൻ ഡോക്ടറും പറഞ്ഞു തന്ന്. എനിക്കും അതിപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നത് തന്നെയല്ല, റെപ്പർട്ടറി അത്യാവശ്യം നല്ലപോലെ അറിയാമായിരുന്നു പണ്ട്, ഇപ്പോഴും അറിയാം ഇപ്പൊ നോക്കുന്നുണ്ട്. അപ്പോ നോക്കിയപ്പോൾ മെമ്മറി ലോസ്, വീക്ക്നെസ് ഓഫ് റീസെന്റ് ഫാക്ട്സ്, സൾഫറും ലാക്കസിസും. എനിക്ക് നല്ല വലിയൊരു ഗോൾ അടിച്ച പോലെ ആയിപ്പോ. എന്ന് വെച്ചാൽ സൾഫർ ഓൾറെഡി ഞാൻ കൊടുത്തു, ഈ റൂബ്രിക് ഒന്നും നോക്കാതെയാണ് കൊടുത്തത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഹോമിയോപ്പതി മരുന്നിന് മാത്രമല്ലേ ഉള്ളൂ ഇങ്ങനെയുള്ള, എന്ന് വെച്ചാൽ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചു വരുമ്പോൾ മറ്റേ ആ ഒരു ആസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് ആയതുകൊണ്ട് നമുക്കത് കവർ ചെയ്ത് വരും. അപ്പൊ ഈവൻ ഒരു സ്പൈജീലിയ കൊടുത്താൽ നമ്മുടെ അപ്പൻഡിസൈറ്റിസ് ആണെങ്കിൽ അതങ്ങ് മാറും. അതാണല്ലോ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ഓർത്തോണേ കേട്ടോ. മെമ്മറി വീക്ക്നെസ് അല്ലെങ്കിൽ ലോസ് ഓഫ് മെമ്മറി ഓഫ് റീസെന്റ് ഫാക്ട്സ് എന്ന് വെച്ചാൽ ഇപ്പൊ ഉടനെ ഉള്ളത് മറന്നു പോകും. ഇൻ ഓൾഡ് പീപ്പിൾ എന്നുള്ളത് 2 മെഡിസിനേ ഉള്ളൂ, ലാക്കസിസും സൾഫറിൽ. അതിൽ സൾഫർ ഞാൻ കൊടുക്കുകയും ചെയ്യും. അതാണ് യുറേക്ക. അതെ. ഇവിടെ ദേവൻ ഡോക്ടർ വന്നപ്പോഴത്തേക്ക് ഞാൻ വലിയ കെമേലൊക്കെ ഇരുന്നിങ്ങനെ പറഞ്ഞു, ഞാൻ സൾഫറൊക്കെ കൊടുത്തിട്ടിരിക്കുവായിട്ടാന്ന് പറഞ്ഞു. അപ്പൊ അതൊരു വലിയൊരു ഇതൊക്കെ ഓരോരോ പോയിന്റ്സ് ആണല്ലോ നമുക്ക്. ഇനി പൈറജൻ ന്യൂമോകോക്സിൻ ഞാൻ പറഞ്ഞില്ല, റെക്കറൻസ് മാറാനായിട്ട് നമുക്ക് ന്യൂമോകോക്സിനും കൊടുക്കാം അപ്പൻഡിസൈറ്റിസിന്റെ. ഓക്കെ. അപ്പോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാനോ ഉണ്ടോ? ഡോക്ടർ റസീന പറഞ്ഞിട്ടുണ്ട് നല്ല ക്ലാസ് ആയിരുന്നു എന്ന് മെസ്സേജ്. ഓക്കെ, എല്ലാരും ഒന്ന് മുഖം കാണിച്ച് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. അതെ, എല്ലാരെയും ഒന്ന് കാണാമല്ലോ. നമ്മുടെ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു രാജേശ്വരി ഡോക്ടർ പിന്നെ
ഈ പറയുമ്പോൾ എന്തായാലും അനാട്ടമി ഫിസിയോളജി ഉൾപ്പെടെ ചേർത്ത് വളരെ വിശദമായിട്ടാണല്ലോ ഓരോ ക്ലാസ്സും പറയുന്നത്. ഇതെല്ലാം നല്ല നമുക്കൊരു എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ക്ലാസ്സിലിരുന്ന ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഡോക്ടർ ക്ലാസ്സിലിരിക്കും വളരെ വിശദമായിട്ട് ഓരോന്നെല്ലാം നിരത്തി പറഞ്ഞ് ആണ് ക്ലാസ് എടുക്കുന്നത്. എക്സലന്റ് സെഷൻ ഡോക്ടർ ജയലളിത പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സലന്റ് ആയിരുന്നു ക്ലാസ്. അപ്പൊ ഇനിയും നമുക്ക് നല്ല ക്ലാസ്സുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഡോക്ടർ പി കെ സുരേഷ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു. അഡ്മ്യൂട്ട് ചെയ്ത്. ഡോക്ടറെ നമസ്കാരം. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതാണ്. ഞാൻ ഷിഫ ഇത് ഓപ്പൺ ചെയ്തത് വേറൊരു ചെറിയ കാര്യം കൂടെ പറയാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയായിരുന്നു. ഒരു 2 ആഴ്ചക്ക് മുമ്പ് പിന്നെ ഒരു സ്കിൻ ലീഷനെ കുറിച്ച് ഒരു ഡോക്ടർ ക്ലാസ് എടുത്തപ്പോൾ അതിൽ ഞാനൊരു ഡൗട്ട് ചോദിച്ചിരുന്നു, ഇങ്ങനെ വേസ്റ്റ് ലൈൻ മൈക്കോസിസ് പോലെ ഉണ്ടാകുന്നതിന് എന്ത് മെഡിസിനാണുള്ളത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഡോക്ടേഴ്സ് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ട് ദേവൻ ഡോക്ടർ അതിനകത്തൊരു മറുപടി അദ്ദേഹം പറഞ്ഞു, ഈ ആന്ത്രോഗ്രാഫി സ്പാനിക്കുലേറ്റ എക്സ്റ്റേണൽ അപ്ലൈ ചെയ്താൽ മതി, അത് വളരെ പെട്ടെന്ന് പറയുന്നു. അത് ഞാൻ ശരിക്കും ചെയ്ത് നോക്കിയത് വളരെ എഫക്റ്റീവാണ്. അദ്ദേഹത്തിന് ഞാനൊരു ഇതിലെ IFPHനും ഡോക്ടേഴ്സിനും ഒരു താങ്ക്സ് പറയാനും കൂടെ ആയിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗിച്ചത്. ഡോക്ടർ കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു. എന്തായിരുന്നു കേസ് ഡോക്ടർ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. അത് ഡോക്ടർ, നമ്മൾ സ്കിൻ ലീഷന് ഈ ചൊറിച്ചിൽ കണ്ടവാനം ഉണ്ടാകുന്ന കണ്ടീഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? അന്നത്തെ ക്ലാസ്സിന്റെ ഒരു സ്വഭാവം അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ അതിന് ചോദിച്ചു, ഇങ്ങനെ വേസ്റ്റ് ലൈനിൽ ഇങ്ങനെ ഉണ്ടാകുന്നതിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? അത് കുറേ നാളുകളായിട്ട് മെഡിസിൻ കൊടുത്തിട്ടൊന്നും ഒരു റെസ്പോൺസും കിട്ടുന്നില്ല. ഇതങ്ങ് സ്പ്രെഡ് ചെയ്ത് പോവാ. നമ്മുടെ ദേവൻ ഡോക്ടർ പറഞ്ഞു ആന്ത്രോഗ്രാഫി സ്പാനിക്കുലേറ്റ ടിഞ്ചർ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. നല്ല ആക്ഷൻ. ഞാനത് അപ്പോൾ തന്നെ അങ്ങനെ ചെയ്ത് നോക്കി. പക്ഷെ വളരെ എഫക്റ്റീവ് ആണത്. നന്നായിരിക്കും, നല്ല ആക്ഷൻ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തല്ലേ, അപ്പൊ ഒരു താങ്ക്സും കൂടെ പറയണമല്ലോ നിശ്ചയമായിട്ടും. ഓക്കെ, അപ്പോ അത് ഞങ്ങൾ അറിയിക്കാം. ദേവൻ ഡോക്ടർ അത് കേട്ടോണ്ടായിരിക്കും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ നമ്മളെ സമയം വൈൻഡപ്പ് ചെയ്യാറായി. എങ്കിൽ പോലും ദേവൻ ഡോക്ടർ അല്ലല്ല ദേവൻ ഡോക്ടറെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ദേവൻ ഡോക്ടറെ പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം? കേൾക്കാം. ഡോക്ടറെ കേൾക്കാം. വളരെ താങ്ക്സ്. അത് എണ്ണ കാച്ചി വെക്കുന്നത് നല്ലതാണ്. ഡോക്ടർ, ഞാനത് ആക്ച്വലി ഇതിന്റെ ടിഞ്ചർ വെളിച്ചെണ്ണയ്ക്കകത്ത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വരട്ടുമായിരുന്നു. വേറെ ഒന്നും ചെയ്യാൻ മതി. പക്ഷെ അത് എഫക്റ്റീവ് ആണ്, വളരെ എഫക്റ്റീവ് ആണത്. അച്ഛൻ മരുന്നുണ്ടാക്കിയുമ്പോ ഇതിന്റെ കേൾക്കാം. ഹലോ ഡോക്ടർ, അതിന് മുമ്പ് നമ്മുടെ അന്ന് ക്ലാസ് എടുത്ത ഡോക്ടർ പറഞ്ഞു സെപ്പിയ പ്ലസ് ബാസിലിനം. ഇതിന്റെ അരി വീണ് ഞങ്ങളുടെ പഴയ തറവാട്ടിലെ ഇത് മുഴുവൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുമായിരുന്നു. എന്താണ് പ്ലാന്റ്? അത് ഇത് കരക്കാഞ്ഞിരം എന്ന് പറയും. പിന്നെ അതല്ലാതെ നിലവേമ്പ് എന്ന് പറയും. വേമ്പ് നമ്മള് കുറച്ചുകൂടെ ബൊട്ടാണിക്കൽ ഇതിൽ പറയുന്നത് നമ്മുടെ നാടൻ നെയിമിൽ കിരിയാത്ത്. അത് കേട്ടിട്ടുണ്ടോ നമ്മള്? കിരിയാത്ത് മറ്റേ തിറാറ്റ ഇൻഡിക്ക അല്ല, അത് വേറെ. കാൽമഗ് എന്നൊരു ഇതുകൂടെ പറയാറുണ്ട്. അത് ചെറിയ അത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോ അച്ഛനിങ്ങനെ ഇതാകുമ്പോ പറമ്പ് മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു തവണ ഒരു പേഷ്യന്റിനോട് പറഞ്ഞു കൊടുത്തു. പക്ഷെ പിന്നെ പേഷ്യന്റ് ആ വഴിക്ക് വന്നില്ല, കുറഞ്ഞിട്ട്. അത് ശരി. ഓക്കെ, അപ്പൊ അതൊരു ഒരു പുതിയ ഇൻഫർമേഷൻ ആണ്. എന്തായാലും അതും ഇന്ന് ഇതിനോടൊപ്പം തന്നെ കിട്ടി. നമുക്ക് രാജേശ്വരി ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് നമുക്ക് ലതാ മനോഹരൻ ഡോക്ടറെ ക്ഷണിക്കാം. ദേവൻ ഡോക്ടറെ വിളിക്കുന്നില്ല, പോട്ടെ. ഡോക്ടറെ നമസ്കാരം. എല്ലാവർക്കും ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന അറ്റൻഡ് ചെയ്ത എല്ലാ ഡോക്ടർമാർക്കും വെൽവിഷേഴ്സിനും പിന്നെ എൻ്റെ പേരിലും പിന്നെ IFPHന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് രാജേശ്വരി ഡോക്ടർക്ക്
വളരെ വിശദമായിട്ട് ഇൻഫർമേറ്റീവ് ആയിട്ട് വളരെ വൈഡ് റേഞ്ച് ഓഫ് മെഡിസിൻസും എല്ലാം പറഞ്ഞ് നമ്മൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനകരമായ ക്ലാസ് നടത്തിയതിന് നന്ദി നമസ്കാരം അറിയിക്കുന്നു. അതോടൊപ്പം പി ശൈല ഡോക്ടർക്കും നന്ദി നമസ്കാരം അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. നന്ദി ഡോക്ടർ ലതാ മനോഹരൻ. നമ്മൾ ആനിയമ്മ ഡോക്ടർ പിന്നെ രാജേശ്വരി ഡോക്ടർ ക്ലാസ് വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം മറ്റേ മെഡിസിന്റെ പേരൊന്നുകൂടെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ്രോഗ്രാഫിസ് പാനിക്കുലേറ്റ, അതാണ് മെഡിസിന്റെ പേര്. മദർ ടിഞ്ചറാണ് ഫോർ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ. ഓക്കെ, അതാ ഇപ്പൊ എഴുതിയും കാണിച്ചിട്ടുണ്ട്. ആൻഡ്രോഗ്രാഫിസ് പാനിക്കുലേറ്റ എന്നാണ് മെഡിസിന്റെ പേര്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വളരെ നല്ല ക്ലാസ് എടുത്ത ഡോക്ടർ രാജേശ്വരിക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ഓരോരുത്തർക്കും നന്ദി, ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.